സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. കേരള ചരിത്രം, മൗനങ്ങളും വിടവുകളും. ഏതു ചരിത്ര നിർമ്മാണവും ഒരിക്കലും പൂർണ്ണമാകില്ല എന്ന് നമുക്കറിയാം. കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും ഉണ്ടാകുമ്പോൾ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിലെ മൗനങ്ങളും വിടവുകളും പുതിയ തലമുറ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട കേരള ചരിത്രത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന വിടവുകളെയും മൗനങ്ങളെയും പറ്റിയാണ് ഇവിടെ ഒരു ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ ആദ്യമായി സംസാരിക്കാൻ ഞാൻ ഡോക്ടർ KS മാധവനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട പാനലിസ്റ്റുകളെ, സുഹൃത്തുക്കളെ, അക്കാദമി സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ചരിത്രത്തെ മുൻനിർത്തി, പ്രത്യേകിച്ച് കേരള ചരിത്രം, മൗനങ്ങളും വിടവുകളും എന്നതിനെ സംബന്ധിച്ചുള്ള ഈ പാനൽ ചർച്ചയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം വിഷയം ചരിത്രമായതുകൊണ്ടും ചരിത്രം പഠിപ്പിക്കുന്ന ഒരാളായതുകൊണ്ടും ഇവിടെ വരാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷവും അതുപോലെ എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ സംഘാടകരുള്ള നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു സാഹിത്യവും സാഹിത്യ അക്കാദമി ആയതുകൊണ്ടായിരിക്കാം ഈ വിഷയത്തിൻ്റെ ടൈറ്റിൽ മൗനങ്ങളും വിടവുകളും എന്നുള്ള ഒരു വാക്കുകൾ വന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനതിനെ എൻ്റെ സൗകര്യാർത്ഥം അത് അദൃശ്യതയും അഭാവവും എന്ന് പരിവർത്തിപ്പിക്കുകയാണ്. കേരള ചരിത്രവും അദൃശ്യതയും അഭാവവും എന്ന് ഞാനതിന് മൊഴിമാറ്റം ചെയ്യുകയാണ്. അദൃശ്യത എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇൻവിസിബിലിറ്റി എന്നുള്ളതാണ്. ചരിത്രത്തിൽ കേരള ചരിത്രം എന്ന് പറയുന്നൊരു വിജ്ഞാന രൂപത്തിൽ ഉണ്ടായ അദൃശ്യതയും അതുപോലെ തന്നെ അതിലുള്ള അഭാവത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയാണ്. അത് കൂടുതലും കേരള ചരിത്രത്തെ പറ്റിയുള്ള അക്കാദമിക ചരിത്രത്തെ മുൻനിർത്തിയാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. ഈ എന്തുകൊണ്ടാണ് നമുക്കൊരു മോശമല്ലാത്ത രീതിയിലുള്ള ഒരു അക്കാദമിക ചരിത്രമുണ്ട് കേരളത്തെ സംബന്ധിച്ചോളം. കേരളത്തിൻ്റെ പ്രാചീന, മധ്യകാല, ആധുനിക കേരളത്തെ സംബന്ധിച്ച് പാഠപുസ്തകങ്ങളിലൂടെ നമുക്ക് ലഭ്യമായ ഒരു അക്കാദമിക ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് കോളേജ്, സർവകലാശാല തലങ്ങളിൽ പഠിപ്പിക്കുന്നതും ഗവേഷണം നടത്തുന്നതുമായിട്ടുള്ളൊരു ചരിത്രം നമ്മൾക്ക് മുന്നിലുണ്ട്. ആ ചരിത്രം നമ്മൾ കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഒരു ഭാഷാ സാംസ്കാരിക സ്വത്വമുള്ളൊരു ഭൂപ്രദേശമായി മാറുകയും മലയാളി എന്ന് പറയുന്ന ആളുകൾ മലയാളം സംസാരിക്കുന്ന ഒരു ജനവിഭാഗമാണെന്നും അവർ ചരിത്രപരമായി വ്യത്യസ്തമായ ചരിത്ര വികാസ പരിണാമങ്ങൾ രൂപപ്പെട്ടു വന്ന ഒരു ജനതയാണെന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് അല്ലെങ്കിൽ ഇന്ത്യ ഉപഭൂഖണ്ഡ പ്രദേശത്ത് ഉണ്ടായി വന്ന ഒരു ചരിത്ര സാംസ്കാരിക പരിവർത്തനങ്ങളുടെയും രൂപീകരണത്തിൻ്റെയും ഭാഗമായി ആധുനിക കാലഘട്ടത്തിൽ ഒരു ദേശീയ ജനതയായി ഇന്ത്യക്കാർ രൂപപ്പെടുമ്പോൾ ആ ദേശീയ ജനതയുടെ ഭാഗമായി മലയാളിയും ഒരു ദേശീയ ജനതയാണെന്ന് ചരിത്രപരമായി കണ്ടെടുക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ഒരു ചരിത്രം, പ്രൊഫഷണൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ചരിത്രം ഉണ്ടായി വന്നത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രിൻസിലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷ് മലബാറിലും അക്കാലത്ത് നിലനിന്നിരുന്ന അധികാരങ്ങളും കോയ്മാരൂപങ്ങളുടെയും സാധൂകരണത്തിനും അവരുടെ ഭരണവ്യവസ്ഥയെ സാധൂകരിക്കുന്നതിനുമുള്ള ഭരണ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് ആദ്യകാല രീതിയിലുള്ള ചരിത്രരചനകൾ ഉണ്ടായി വന്നത്. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ചരിത്രം എന്ന് പറയുന്നത് ആധുനികമായിട്ടുള്ള ചരിത്രത്തിൻ്റെ അതിൻ്റെ പ്രോട്ടോക്കോൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പാലിച്ചുകൊണ്ട് ശാസ്ത്രീയവും വസ്തുനിഷ്ഠവും സത്യപ്രസ്താവ സ്വഭാവമുള്ളതുമായ ഒരു ആധുനിക അക്കാദമിക ചരിത്രം രൂപപ്പെട്ടു വരികയുണ്ടായി. ആ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാളി എങ്ങനെ ഒരു ദേശീയ സ്വത്വമുള്ള ഒരു ഭാഷാ സാംസ്കാരിക സ്വത്വമുള്ള ഒരു ജനതയായി രൂപപ്പെട്ടു വന്നുവെന്നും ആ ചരിത്രപരമായ രൂപപ്പെടലിലൂടെയാണ് ആധുനിക മലയാളി കർത്തൃത്വം തന്നെ ഉണ്ടായി വന്നതെന്നും അതിലൂടെ ഒരു പുരോഗമന സ്വഭാവമുള്ള ഒരു മലയാളി സമൂഹം ഉണ്ടായെന്നും കേരളം നമ്മൾ പൊതുവെ ഇന്ന് വിളിക്കപ്പെടുന്ന ഒരു കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന മാതൃകയ്ക്ക് അനുസൃതമായ രീതിയിൽ ആ വികസന മാതൃകയെ സാധൂകരിക്കുന്ന രീതിയിൽ
ഒരു ചരിത്ര വിജ്ഞാനം കേരളത്തെപ്പറ്റി രൂപപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ ചരിത്ര വിജ്ഞാനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റ് ഏതൊരു ചരിത്രം, ഒരു ആധുനിക ശാസ്ത്രീയ ചരിത്രം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ വൈജ്ഞാനികതയുടെ ഭാഗമായി ഉണ്ടായി വന്നതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചരിത്ര വിജ്ഞാന രൂപം ഉണ്ടായി വന്ന പ്രോസസ്സിൻ്റെ ഭാഗമായി തന്നെ ചരിത്രം എന്ന് പറയുന്നൊരു വിജ്ഞാന രൂപം ആയി വികസിച്ചു വന്ന പ്രക്രിയ തന്നെ അടിസ്ഥാനപരമായി അത് അഭാവങ്ങളും വിടവുകളും അല്ലെങ്കിൽ അദൃശ്യതയും അഭാവങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് ചരിത്രം എന്ന് പറയുന്ന ഒരു ആധുനിക വിജ്ഞാനം തന്നെ രൂപപ്പെട്ടു വന്നത്, അല്ലെങ്കിൽ അതിന് നിലനിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ചരിത്രത്തിൽ പ്രമേയപരമായ കാര്യങ്ങളിൽ, ചരിത്രം കൈകാര്യം ചെയ്യുന്ന പ്രമേയങ്ങളിൽ, ചരിത്രത്തിൻ്റെ ശാസ്ത്രീയമായ രീതിശാസ്ത്രത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ, ചരിത്രം എന്ന് പറയുന്നത് തെളിവധിഷ്ഠിതമായ ഒരു വിജ്ഞാനമായി ആയതുകൊണ്ട് തന്നെ ഒരു എവിഡൻഷ്യൽ പാസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു എവിഡൻഷ്യൽ, അതായത് തെളിവധിഷ്ഠിതമായിട്ടുള്ളൊരു വിജ്ഞാന രൂപം എന്ന നിലയിൽ ചരിത്രം തെളിവുകളെ കണ്ടെത്തുകയും വ്യാഖ്യാനിക്കുകയും തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വസ്തുതകളെ നിർമ്മിക്കുകയും അല്ലെങ്കിൽ വസ്തുതകളെ നിർമ്മിക്കുകയും ആ വസ്തുതകളെ വ്യാഖ്യാനിക്കുകയും ആ വസ്തുതയെ വിശദീകരിക്കുകയും അതിനനുസൃതമായ ചില നിഗമനങ്ങളിലെത്തുന്ന രീതി ചരിത്രം അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ അതിൻ്റെ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെടുന്നുണ്ടായി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ തെളിവ് എന്ന് പറയും, ശാസ്ത്രീയമായ തെളിവുകൾ, ശാസ്ത്രീയമായി സമീപിക്കുന്ന തെളിവുകൾ. ഈ തെളിവുകളെ സ്ഥാനപ്പെടുത്തുന്ന കാര്യങ്ങളിലും തെളിവുകളെ വർഗീകരിക്കുകയും ആരെക്കുറിച്ച്, എന്തിനെക്കുറിച്ച്, ഏത് രീതിയിലുള്ള തെളിവുകൾ എന്നതിനെ സംബന്ധിച്ച് ഉൾപ്പെടെ, അതിൻ്റെ കാഴ്ചപ്പാട് ഉൾപ്പെടെ, അതിൻ്റെ രീതിശാസ്ത്രം ഉൾപ്പെടെ ഈ അഭാവങ്ങളും ഈ പറയുന്ന രീതിയിലുള്ള വിടവുകളും നിർമ്മിച്ചുകൊണ്ടാണ് അത് സാധ്യമാക്കി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കേരള ചരിത്രത്തെ മുൻനിർത്തി ആലോചിക്കുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രാചീന കേരളം നിലനിന്നിരുന്നതെന്നും ആ പ്രാചീന കേരളത്തിലെ മനുഷ്യൻ്റെ അതിജീവന ഉപജീവന രൂപങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ച സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥാക്രമങ്ങളും സാംസ്കാരിക രൂപങ്ങളും എങ്ങനെ വളർന്നുവെന്നുവെന്നും അതേ തുടർന്ന് സംഘടിതമായിട്ടുള്ള കാർഷിക രൂപങ്ങൾ വികസിച്ചു വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിൻ്റേതാണെങ്കിൽ ഒരു ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള കേരളത്തിൻ്റെ ഇടനാടൻ പ്രദേശങ്ങൾ, അതായത് കേരളത്തിലെ നദീതടങ്ങൾ, ആ നദീതടങ്ങളെ ചുറ്റി അല്ലെങ്കിൽ നദീതടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായി വന്ന നീർനില നെൽകൃഷി എന്ന് പറയും, നീർനില വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചർ എന്ന് പറയും. ആ നീർനില നെൽകൃഷിയിൽ ഉണ്ടായി വന്ന വിഭവ മിച്ചത്തെ ആഗരിച്ചുകൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടും ഉണ്ടായി വന്ന കോയ്മാരൂപങ്ങൾ, ആ കോയ്മാരൂപങ്ങളിൽ ബ്രാഹ്മണർ, ക്ഷേത്രങ്ങൾ, നാടുവാഴികൾ അല്ലെങ്കിൽ നാടുകൾ, നാടുവാഴികൾ, പിന്നീട് ചേരാപെരുമാക്കന്മാർ, അതിനെ തുടർന്നുണ്ടായി വന്ന നാടുവാഴി കോവിലകങ്ങൾ, അങ്ങനെ ഒട്ടനവധി അധികാര രൂപങ്ങളും വ്യവസ്ഥാപരമായ സ്ഥാപനപരമായിട്ടുള്ള കോയ്മാരൂപങ്ങളും എങ്ങനെയാണ് വിഭവങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട്, വിഭവങ്ങളെ കൈയടക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും സമ്പദ്ക്രമവും സാമൂഹികമായ രൂപങ്ങളും വികസിപ്പിച്ചതെന്നും അത് എങ്ങനെയാണ് ഒരു സവിശേഷമായൊരു സമൂഹരൂപത്തെ, കേരളത്തിൻ്റേതായ ഒരു പ്രാചീന മധ്യകാല സമൂഹരൂപത്തെ നിർമ്മിച്ചുവെന്നും ആ സമൂഹരൂപം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്നും വിശദീകരിക്കുന്ന ഒരു സമീപനമാണ് പൊതുവേ അക്കാദമിക കേരള ചരിത്രം പിന്തുടരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സമൂഹ രൂപീകരണവും ഭരണകൂട വ്യവസ്ഥകളും. കേരള ചരിത്രത്തിൻ്റെ മുഖ്യമായ പ്രമേയങ്ങളിലൊന്ന് സമൂഹ രൂപീകരണം, സോഷ്യൽ ഫോർമേഷൻ എന്ന് പറയും. പ്രാചീന കാലത്തെ സമൂഹത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു? സംഘകാല സമൂഹം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഏർലി ഹിസ്റ്റോറിക് അയൺ ഏജ് സൊസൈറ്റി എന്ന് പറയും. ഇരുമ്പ് പരിഷ്കൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രാചീന സമൂഹം, ഒരു തമിഴക പ്രദേശത്തിൻ്റെ ഭാഗമായി നിന്ന ഈ കേരളം, ആ കേരളത്തിൽ വ്യത്യസ്ത തിണകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഉപജീവന അതിജീവന രൂപങ്ങൾ എങ്ങനെ വികസിച്ചു വന്നുവെന്നും അത് ഒരു പ്രാകൃതവും ഒരു പരിധിവരെ പിന്നോക്കവും, അല്ലെങ്കിൽ പിന്നോക്കവും ഒരു പരിധിവരെ പ്രാകൃതവും അവികസിതവും സാങ്കേതികവിദ്യയിലും വൈജ്ഞാനിക രൂപങ്ങളിലും അതുപോലെ തന്നെ കാർഷിക ഉൽപ്പാദനത്തിന് ആവശ്യമായിട്ടുള്ള സാങ്കേതികവിദ്യ അറിവുകളിൽ പൊതുവെ താരതമ്യം പിന്നോക്കം നിന്നൊരു ഗോത്ര വ്യവസ്ഥിതിയായിരുന്നുവെന്നും ഈ ഗോത്ര വ്യവസ്ഥിതിയെ ഉൽപ്പാദനപരമായി മുന്നോട്ട് ചലിപ്പിക്കുകയും ഗുണപരമായി പരിവർത്തിപ്പിക്കുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും അറിവ് രൂപങ്ങളിലും സമ്പദ്ക്രമത്തിലും സമ്പത്തുൽപാദന വിതരണ രൂപത്തിലും അതിനെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും സംസ്കാരത്തിലും ഭാഷയിലും ആവിഷ്കാര രൂപങ്ങളിലും ഗുണപരമായ വിച്ഛേദപരമായ മാറ്റം സൃഷ്ടിച്ചത് കേരളത്തിലേക്ക് വന്ന ബ്രാഹ്മണരുടെ കുടിയേറ്റമാണെന്നും സ്ഥാപിക്കുന്ന, അല്ലെങ്കിൽ ആ കുടിയേറ്റത്തെ ഒരു കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ട്രാൻസ്ഫോർമേറ്റീവ് ഏജൻസിയായി അതിനൊരു ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ
മഹാപരിവർത്തനമായി കാണുന്ന ഒരു വിശദീകരണമാണ് ഇന്ന് അക്കാദമിക കേരള ചരിത്രം നിലനിർത്തുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വിശകലന രൂപമെന്നോ ഒരു വിശദീകരണ രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായി ബ്രാഹ്മണരുടെ വരവിന് മുമ്പ് ഇവിടെ സംഘടിതമായ കൃഷിയോ മിച്ചോൽപാദനമോ ആ മിച്ചോൽപാദനം സൃഷ്ടിക്കുവാനുള്ള സാങ്കേതികവിദ്യയോ അറിവ് രൂപങ്ങളോ കാര്യമായി വികസിക്കാത്ത ഒരു ഗോത്ര സമൂഹമായിരുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു വാദം. അതിലേക്ക് ബ്രാഹ്മണരുടെ ഇടപെടലുകൾ, ബ്രാഹ്മണർ വടക്ക് നിന്ന് ബ്രാഹ്മണരുടെ വരവുണ്ടാവുകയും ആ ബ്രാഹ്മണ മൈഗ്രേഷനിൽ കുടിയേറ്റത്തെ സംബന്ധിച്ചുള്ള കേരളോൽപ്പത്തി കഥകളും പരശുരാമ പാരമ്പര്യങ്ങളും അടിസ്ഥാനപരമായി പ്രധാനപ്പെട്ട ഒരു ഉപദാന രൂപമായി അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേറ്ററി ടെക്സ്റ്റായി ഡോമിനൻ്റ് ടെക്സ്റ്റായി ഇന്നും കാണുന്ന ഒരു സമീപനമാണ് പൊതുവേ കേരള ഹിസ്റ്ററി, പ്രാചീന ചരിത്രത്തെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന് പ്രാധാന്യമില്ലെന്നോ അത് സോഴ്സ് അല്ലെന്നോ എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നുള്ളതാണ്. എന്നാൽ ഈ തദ്ദേശീയ സമൂഹങ്ങൾ എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ മൈഗ്രേഷന് മുമ്പും ബാംഗ്ലൂർ മൈഗ്രേറ്റ് വന്നപ്പോഴും ഇവിടെ ഈ മുല്ലാകുറിഞ്ചി പ്രദേശം എന്ന് പറയുന്ന കാട് മേഖലകളിലും അതുപോലെ തന്നെ ഇടനാടൻ പ്രദേശങ്ങളിലും കടൽ തീരത്തും കായൽ പ്രദേശങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ, ആ മനുഷ്യർ എന്തൊക്കെ രീതിയിലാണ് അവരുടെ സാമൂഹ്യ ചരിത്രപരമായ ഇടപെടലുകൾ എന്തായിരുന്നു, അവരുടെ ചരിത്രാനുഭവങ്ങൾ എന്തായിരുന്നു, അവരുടെ അറിവ് രൂപങ്ങൾ, അവരുടെ ആവിഷ്കാര രൂപങ്ങൾ എന്തായിരുന്നതിനെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള അന്വേഷണങ്ങൾ ഒന്നും വേണ്ടത്ര രീതിയിൽ നടന്നിട്ടില്ല. പഠനങ്ങളുണ്ട്. അവരൊരു വെട്ടിച്ചുട്ട് കൃഷി നടത്തുന്നവരും ഉപ്പുകുറുക്കി ജീവിക്കുന്നവരും ഇടനാട്ടിൽ ചെറിയ രീതിയിലുള്ള കൃഷി നടത്തുന്നവരും ഒക്കെയായി സ്ഥാനപ്പെടുത്തുന്ന ഒരു ചരിത്രശാസ്ത്രമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ബ്രാഹ്മണരുടെ കുടിയേറ്റങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ചരിത്രത്തിൽ പരിവർത്തനാത്മകമായ ഒരു കാര്യം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞാൽ, ഈ ഗോത്ര സമൂഹങ്ങളെയൊക്കെ ബ്രാഹ്മണ ഗ്രാമങ്ങളിലേക്ക് തൊഴിൽ സമൂഹങ്ങളായി പരിവർത്തിപ്പിക്കുകയും അങ്ങനെ ബ്രാഹ്മണർക്ക് ലഭിച്ച ഭൂമികൾ, ദാനഭൂമികളിൽ ബ്രാഹ്മണരുടെ ഒരു ഭൂവുടമസ്ഥത ഉണ്ടായി വരികയും അങ്ങനെ ബ്രാഹ്മണ ഗ്രാമങ്ങൾ ഒരു ബ്രാഹ്മണരുടെ ഭൂവുടമസ്ഥതയുള്ള ബ്രാഹ്മണ ഗ്രാമങ്ങളായി മാറുകയും ഭ്രാമണർ അവരുടേതായ ബ്രഹ്മസം ദേവസം പോലെയുള്ള സ്വത്തുടമസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടുവരികയും പിന്നീട് സാമൂഹ്യ ശ്രേണീവൽക്കരണവും ജാതീവ്യവസ്ഥയും ഭരണകൂട വ്യവസ്ഥയും സൃഷ്ടിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകമായി പ്രവർത്തിച്ചത് കേരളത്തിലെ ബ്രാഹ്മണ ഗ്രാമങ്ങളും ആ ഗ്രാമങ്ങളിൽ സ്ഥാനപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളുമാണെന്നുള്ള ഒരു വിശദീകരണമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഈ പ്രക്രിയയിൽ അബ്രാഹ്മണ ഗ്രാമങ്ങളെക്കുറിച്ച് സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റിതര സമൂഹങ്ങളെ സംബന്ധിച്ചുള്ള വേണ്ടത്ര രീതിയിലുള്ള അന്വേഷണങ്ങൾ ഒന്നും കാര്യമായി നടന്നിട്ടില്ല. ചില അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അതൊന്നും പക്ഷേ വേണ്ടത്ര രീതിയിൽ വികസിക്കുക. ഈ ഒരു വിശകലനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അദൃശ്യത എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഒരു പ്രാചീന മധ്യകാല കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട വിശകലന ഭൂമിക എന്ന് പറയുന്നത് അത് ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചരിത്രമാണെന്നുള്ളതാണ്. ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചരിത്രമാണ്. ഇടനാടെന്ന് പറഞ്ഞാൽ ഈ വെറ്റ്ലാൻഡ് പാഡി അഗ്രികൾച്ചർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ നീർനില നെൽകൃഷി നടക്കുന്ന പ്ലെയിൻ ഏരിയ ആയിട്ടുള്ള നദീതടങ്ങളിൽ മിച്ചോൽപാദനം സാധ്യമാകുന്ന സംഘടിതമായ നെൽകൃഷി ഉണ്ടാവുകയും ആ നെൽകൃഷിയുടെ വികാസത്തിന് ആവശ്യമായ അറിവും സാങ്കേതികവിദ്യയും സംഘടിത രൂപങ്ങളും അതിനാവശ്യമായിട്ടുള്ള കാർഷിക സമൂഹങ്ങളെയും ആളടിയാരെ പോലെയുള്ള മനുഷ്യരെയും സൃഷ്ടിച്ചത് അടിസ്ഥാനപരമായി ബ്രാഹ്മണരും ക്ഷേത്രങ്ങളുമാണ് എന്നുള്ള ഒരു വിശകലനത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ള ചരിത്രമാണ്. ഇന്ന് നമ്മൾ പ്രാചീന കേരള ചരിത്രം പഠിച്ചാൽ അതിൽ കാടും കടലും ഇല്ലാത്ത ചരിത്രമാണ്. കാടില്ല, കടലില്ല. കുറേയൊക്കെ വാര്യർ മാഷിൻ്റെയൊക്കെ പഠനത്തിൻ്റെ ഭാഗമായി പറമ്പ് പുരയിടം എന്ന് പറയുന്ന കുറച്ചുകൂടി ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ ലാറ്ററൈറ്റ് ഭൂമി എന്ന് പറയുന്ന അവിടെ ബഹുവിള കൃഷി പ്രദേശങ്ങളായിട്ടുള്ള പറമ്പ് പുരയിട മേഖലകളിൽ മനുഷ്യരുടെ അധിവാസവും അവിടെ നടക്കുന്ന മനുഷ്യരുടെ പെരുമാറ്റങ്ങളും ഉൽപ്പാദന പ്രവർത്തനങ്ങളും അതിലുള്ള വിഭവങ്ങളും ഒക്കെ സംബന്ധിച്ചുള്ള സൂചനകളും കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പൊതുവേ പ്രാചീന മധ്യകാല ചരിത്രം കൂടുതലും അതിൻ്റെ വിശകലന ഭൂമിക എന്ന് പറയുന്നത് കൂടുതലും ഇടനാടിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അതുകൊണ്ട് ഈ ചരിത്രത്തിൽ, ആ കാലഘട്ടത്തിലെ ചരിത്രത്തിൽ കാടുണ്ടെങ്കിൽ തന്നെ ഈ ഇടനാടിനെ ആശ്രയിച്ച് നിൽക്കുന്ന അതിൻ്റെ
അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എക്സ്റ്റേണൽ സ്പേസ് മാത്രമായിട്ടാണ് സ്ഥാനപ്പെട്ടിരിക്കുന്നത്. കാടില്ല, കാട്ടിലെ മനുഷ്യരില്ല, കടലില്ല, കടൽ പണിക്കാരില്ല, മത്സ്യത്തൊഴിലാളികളില്ല, അങ്ങനെയുള്ള സമൂഹങ്ങളില്ല. അപ്പോൾ കാടിനും കടലിനെയും ഒഴിവാക്കുകയോ അദൃശ്യപ്പെടുത്തുകയോ അഭാവവൽക്കരിച്ചു കൊണ്ടുള്ള ഈ അപ്രത്യക്ഷീകരണത്തിലാണ് യഥാർത്ഥത്തിൽ പ്രാചീന മധ്യകാല കേരളത്തിൻ്റെ ചരിത്ര വിശകലനം പ്രധാനമായും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അതിലാകട്ടെ സമൂഹ രൂപീകരണവും ഭരണകൂടവുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയമെന്ന് പറയുന്നത്. സമൂഹ രൂപീകരണം, സമൂഹം രൂപപ്പെട്ടത് ഇടനാട്ടിലുണ്ടായി വന്ന കാർഷിക സംഘടിതമായിട്ടുള്ള നെൽകൃഷിയുടെ വികാസ പരിണാമങ്ങളെയും അതിൻ്റെ മേൽ കോയ്മ സ്ഥാപിച്ച നാട്ടുടയവർ, ബ്രാഹ്മണർ, ക്ഷേത്രങ്ങൾ, ചേരാപിരിമാക്കന്മാർ, അവരെ താങ്ങി നിർത്തുന്ന കുറേ പടജനങ്ങൾ, മറ്റുള്ള ആശ്രിത വിഭാഗങ്ങൾ കൂടിച്ചേരുന്ന ഒരു സമൂഹ വിഭാഗമാണെന്നും അതിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഒരു സമൂഹമാണെന്നും അതിൽ കർഷകരും ഈ പറയുന്ന മറ്റ് സമൂഹങ്ങളിലൊക്കെ ആളടിമകളായി മാറുകയും ടെനൻ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറഞ്ഞ കർഷകരായി മാറുകയും അവരുടെ അധ്വാനത്തിലാണ് ഈ സമൂഹത്തിൻ്റെ അടിത്തറയായി നിലനിന്നുള്ളൊരു വിശകലനം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ ചരിത്രം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ചരിത്രത്തിൻ്റെ ഏജൻസി എന്താണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വാട്ട് ഈസ് ആൻഡ് ഹൂ ഈസ് ദി ഏജൻസി ഓഫ് ഹിസ്റ്ററി എന്ന് പറയും. ചരിത്രത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ചരിത്രം എന്ന് പറയുന്ന പ്രക്രിയ സാധ്യമാക്കുന്ന മനുഷ്യ സഞ്ചയങ്ങൾ, അവരുടെ കർത്തൃത്വം എന്താണെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ചരിത്രത്തിൻ്റെ കർത്തൃത്വം ആരാണ്? ഹൂ ഈസ് ദ ഏജൻസി ഓഫ് ഹിസ്റ്ററി, വെദർ ഇറ്റ് ഈസ് ഹ്യൂമൻ ഏജൻസി ഓർ നോൺ ഹ്യൂമൻ ഏജൻസി. മനുഷ്യനാണോ, മനുഷ്യ കർത്തൃത്വമാണോ ചരിത്രത്തെ സൃഷ്ടിക്കുന്നത്? അല്ല, മനുഷ്യൻ. അപ്പം മനുഷ്യൻ മാത്രമല്ല ചരിത്രത്തിൻ്റെ ഏജൻസി. പ്രകൃതിയും ചുറ്റുപാടും കാലാവസ്ഥയും ഭൂപ്രകൃതിയും മറ്റ് ഘടകങ്ങളെല്ലാം കൂടി ചരിത്രത്തിൻ്റെ ഏജൻസി തന്നെയാണ്. പക്ഷേ ഹ്യൂമൻ ഏജൻസി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അധ്വാനിക്കുന്നവർ, അടിമകളാക്കപ്പെട്ടവർ, കർഷകർ, സ്ത്രീകൾ തുടങ്ങിയ മനുഷ്യർ ചരിത്രത്തിൽ, പ്രാചീന മധ്യകാല ചരിത്രത്തിൽ ഒരു ഏജൻസി ആയിട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട, അതാണ് ഞാൻ ആ ഏജൻസിയുടെ അഭാവം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചരിത്രത്തെ എങ്ങനെ, ഈ അഭാവത്തെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ ഈ അദൃശ്യതയെ അഭിമുഖീകരിക്കുന്നതിന് നമുക്ക് എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ പുഷ് ദ ഹിസ്റ്ററി ടു ദ സോഷ്യൽ മാർജിൻ. സാമൂഹികമായ പുറത്തിടങ്ങളിലേക്ക് ചരിത്രത്തെ പുനർവിന്യസിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം. സാമൂഹികമായി പുറന്തള്ളപ്പെട്ട പുറത്തിടങ്ങളിലേക്ക്. കാരണം 10-70 വർഷക്കാലത്തെ കേരള ചരിത്രത്തിൻ്റെ പഠനങ്ങൾ കൊണ്ട് ഇവിടെയുള്ള കോയ്മ സമൂഹങ്ങൾക്ക് വലിയ രീതിയിലുള്ള അദൃശ്യതയും വലിയ രീതിയിലുള്ള വിശകലന രീതിയിലുള്ള പ്രാധാന്യവും ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ചരിത്രത്തിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ട ഇടങ്ങളിലേക്ക്, അദൃശ്യവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിലേക്ക്, അഭാവപ്പെട്ടിരിക്കുന്ന സാമൂഹിക പ്രക്രിയകളിലേക്ക് ചരിത്രത്തിൻ്റെ വിശകലനത്തെയും ചരിത്രത്തിൻ്റെ അന്വേഷണത്തെയും നീട്ടിക്കൊണ്ടുപോകുന്നത്, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ പുനർവിന്യസിക്കുക എന്നുള്ളതാണ് ഒരു രീതി എന്നുള്ളതാണ്. ആ രീതിക്ക് 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചു, നിങ്ങൾ കാടിലിൻ്റെ ചരിത്രം എഴുതൂ, നിങ്ങൾ കടലിൻ്റെ ചരിത്രം എഴുതൂ, നിങ്ങൾ ആദിവാസിയുടെയും ദളിതരുടെയും സ്ത്രീകളുടെയും ചരിത്രം എഴുതുവാൻ പറയുമ്പോൾ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം അതിൻ്റെ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾ ചരിത്രത്തെ നോക്കിക്കാണുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ബ്രാഹ്മണ കുടിയേറ്റത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ക്ഷേത്രത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പെരുമാക്കന്മാർക്കും നാടുവാഴിക്കോവിലങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു ചരിത്രത്തിൽ അഭാവമാക്കപ്പെട്ട, അദൃശ്യവൽക്കരിക്കപ്പെട്ട, പുറന്തള്ളപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങൾക്കോ അവരുടെ അനുഭവ ലോകത്തിനോ അവരുടെ ചരിത്രാനുഭവത്തിനോ പ്രാധാന്യം കിട്ടിക്കൊണ്ടില്ല. ആ പെർസ്പെക്റ്റീവ് ഒന്നുമില്ല. അപ്പോൾ പുതിയ രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് ഉണ്ട്, യൂറോപ്പിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഷിബ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ നിർമ്മിച്ചിട്ട ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനനുസൃതമായി ഇതുവരെ ചരിത്രത്തിലേക്ക് പ്രവേശനം കിട്ടാത്ത, ചരിത്ര അന്വേഷണത്തിൻ്റെ മുഖ്യ പ്രമേയമാകാത്ത വിഷയങ്ങളും ജനങ്ങളും ഇടങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും അന്വേഷിക്കുകയും അത് ചരിത്രത്തിൻ്റെ മുഖ്യമായ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ, ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിന് വരുമ്പോൾ അതിനൊരു മെത്തഡോളജി വേണം. സാധാരണ നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള മെത്തേഡൊക്കെ പരിചിതമാണ്. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, നമ്മളൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്ന മെത്തേഡൊക്കെ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് പഠിപ്പിക്കുന്നതിൽ നിന്നും ഇത് ഇങ്ങനെ രീതിയിൽ അദൃശ്യവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്നതോ പുറന്തള്ളിപ്പെട്ട് നിൽക്കുന്നതോ ആയ വിഷയങ്ങളെ പഠിക്കുവാൻ വേണ്ടി
കടലിനെക്കുറിച്ച്, കാടിനെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച്. നമ്മുടെ ഈ അമ്പലത്തിനെയും ക്ഷേത്രങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള ചരിത്രത്തിൽ നിന്ന് ഇന്ത്യൻ ഓഷനെക്കുറിച്ചും അവിടെ നടന്ന കച്ചവടത്തെയും വാണിജ്യത്തെയും അവിടെ അതുവഴി ഇവിടെ കേരളത്തിലെത്തിയ മനുഷ്യരെക്കുറിച്ചും, ലോകത്തിലെ ഏറ്റവും കൂടുതൽ തുറന്ന കടലും തുറന്ന മനുഷ്യ ജീവിതത്തിൻ്റെ സഞ്ചാരങ്ങളും കുടിയേറ്റങ്ങളും ഇടപാടും നടന്ന പ്രദേശമാണ് കേരളം എന്ന് പറഞ്ഞു. ലോകത്തിൽ മറ്റൊരു ഏതൊരു പ്രദേശത്തേക്കാൾ ഗ്രീക്കോ റോമൻ പീപ്പിൾ, വെസ്റ്റ് ഏഷ്യൻ ജനത, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വരുന്ന ലോകത്തിൽ എവിടെയൊക്കെ മനുഷ്യരുണ്ട് അവരൊക്കെ കേരളത്തിൽ വന്നു പോയിട്ടുണ്ട് പ്രാചീന മധ്യകാലഘട്ടങ്ങളിൽ. അത്ര രീതിയിൽ വിപുലമായ ജനസഞ്ചയങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഈടുവെപ്പുകളിൽ വളരെ രീതിയിൽ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു സംസ്കാരം, ഒരു ബഹുസ്വര സംസ്കാരമുള്ള കേരളത്തിൻ്റെ മുഖ്യമായ ചരിത്രത്തിൻ്റെ പ്രമേയം ബ്രാഹ്മണ കുടിയേറ്റമായി മാറുന്നതിലെ പരിമിതിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കടലിനെക്കുറിച്ചും കാടിനെക്കുറിച്ചും സമുദ്രത്തെക്കുറിച്ചും ആദിവാസികളെ, കാട്ടിലെ മനുഷ്യജീവിതത്തെക്കുറിച്ചും കടലും കടലോരത്തിൻ്റെയും കായൽ പ്രദേശത്തിൻ്റെയും മനുഷ്യജീവിതങ്ങളെക്കുറിച്ചും ഇടനാട്ടിലെ കോയ്മാരൂപങ്ങളിൽ അടിച്ചമർത്തിയ അടിമകളാക്കപ്പെട്ട കർഷകരാക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള ചരിത്രം എഴുതണമെങ്കിൽ നമ്മൾ ചരിത്രത്തിൻ്റെ മുഖ്യമായിട്ടുള്ള അന്വേഷണ വിഷയം ഇത്തരം സമൂഹ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചു വയ്ക്കണം. കർഷകരുടെ, തൊഴിലാളികളുടെ. ഞാൻ ഈ MGS മാഷിൻ്റെ പുസ്തകം ഞാൻ പെരുമാൾസ് ഓഫ് കേരള പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അതിൻ്റെ ഇൻഡെക്സിൽ ചൂഷണം എന്ന് പറഞ്ഞൊരു വാക്കില്ല, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞൊരു വാക്കില്ല. അദ്ദേഹം പഠിക്കുന്നതും വിശകലനം ചെയ്യുന്നത് ചേര കാലഘട്ടത്തിലെ 800 AD മുതൽ 1124 വരെ അല്ലെങ്കിൽ 21 വരെയുള്ള കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ അടിച്ചമർത്തലും ചൂഷണവും ഭൂവുടമസ്ഥതയുടെയും രാജാധിപത്യത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ രീതിയിൽ നടന്നൊരു കാലഘട്ടത്തിൽ ആ പുസ്തകത്തിൽ ചൂഷണം എന്ന് പറയുന്നൊരു വാക്കില്ല, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നൊരു വാക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് വരാത്തത്? അപ്പോൾ ചരിത്രകാരൻ്റെ പ്രമേയം എന്ന് പറയുന്നത്, വിശകലന പ്രമേയം എന്ന് പറയുന്ന ആ പ്രമേയത്തെ അഭിമുഖീകരിക്കുവാനുള്ള രീതിശാസ്ത്രം എന്ന് പറയുന്നത്, ആ പ്രമേയത്തെയും രീതിശാസ്ത്രത്തെയും അഭിമുഖീകരിക്കുവാനും വിശദീകരിക്കുവാനും ആ ചരിത്രകാരൻ ഉപയോഗിക്കുന്ന ഉപദാനങ്ങളുടെ സ്വഭാവം, ഉപദാനത്തെ എങ്ങനെ കാണുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഉപദാനങ്ങൾ, സോഴ്സുകൾ എടുത്ത് പരിശോധിച്ചാൽ അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങൾ ദമിതമായിരിക്കുന്നത് കേരളോൽപ്പത്തി കഥകളിലല്ല. അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ അനുഭവങ്ങൾ കല്ലിച്ചിരിക്കുന്നത് ഇൻസ്ക്രിപ്ഷനിലോ ഈ പറയുന്ന ആർക്കൈവ്സിലോ മറ്റു രൂപങ്ങളായിക്കൊള്ളണം നിർബന്ധമില്ല. അതിലിപ്പോൾ ഭാഗികമായ സൂചനകൾ ഉണ്ടാവാം. മറിച്ച് അവർ ചരിത്രപരമായി അനുഭവിച്ച് തീർത്ത അനുഭവത്തിൻ്റെ ലോകത്തിലാണ്. ആദിവാസിയുടെ ചരിത്രം കൊളോണിയൽ ആർക്കൈവ്സിൽ മാത്രമല്ല, അത് ആദിവാസികളുടെ ജീവിതം ദമിതമായിരിക്കുന്ന, ആദിവാസികളുടെ ജീവിതം അന്തർലീനമായിരിക്കുന്ന അവരുടെ എവരിഡേ ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസസിലാണ്, അവരുടെ ദൈനംദിന ചരിത്ര അനുഭവങ്ങളിലാണ്. ആ അനുഭവങ്ങൾ ദമിതമായി സൂക്ഷിക്കുന്ന സൂക്ഷിപ്പ് രൂപങ്ങളിലാണ്. അതുപോലെ തന്നെയാണ് കടലിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ചരിത്രമെന്ന്. മത്സ്യത്തൊഴിലാളി എല്ലാ ദിവസവും ഞാൻ കടലിൽ പോവുകയാണെന്ന് പറഞ്ഞാൽ ആർക്കൈവ്സ് രേഖ എഴുതി വെച്ചിട്ടൊന്നുമല്ലോ കടലിൽ മീൻ പിടിക്കാൻ പോവുക. മനസ്സിലായോ? അവർ ഇൻസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടോ കടലാസിൽ എഴുതി വെച്ചിട്ടല്ല മീൻ പിടിക്കാൻ പോവുക. അവരുപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ, അവരുടെ വലകളിൽ, അവരുപയോഗിക്കുന്ന വള്ളങ്ങളിൽ, അവർ ജീവിക്കുന്ന ഇടങ്ങളിൽ, അവർ പിടിക്കുന്ന മത്സ്യബന്ധന പ്രക്രിയയിൽ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ അനുഭവങ്ങൾ കല്ലിച്ചു കിടക്കുന്ന ചരിത്ര അനുഭവത്തിൻ്റെ ഉള്ളിൽ, അവരുടെ ഭാഷകളിൽ, അവരുടെ ആവിഷ്കാര രൂപങ്ങളിൽ ചരിത്രമുണ്ട്. ഈ ആവിഷ്കാര രൂപങ്ങളെ, ഭാഷാരൂപങ്ങളെ ചരിത്രത്തിൻ്റെ ഉപദാനമായി മുഖ്യധാര ശാസ്ത്രീയ ചരിത്രകാരന്മാർ പരിഗണിക്കുമോ എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളോൽപ്പത്തി കഥകൾ എന്ന് പറയുന്നത് ബ്രാഹ്മണർ 1-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിനും 1-ാം നൂറ്റാണ്ടിനും ഇടയിൽ കേരളത്തിലേക്ക് കുടിയേറിയ ബ്രാഹ്മണരുടെ കഥനങ്ങളാണ്. പരശുരാമ പാരമ്പര്യമുള്ള ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറി, അവർ പല ഘട്ടങ്ങളിൽ പല ഗ്രൂപ്പുകളായി കുടിയേറിയ ഒരു കഥനങ്ങൾ വളരെ കാലം വാഗ്മയ രൂപങ്ങളായി നിലനിൽക്കുകയും പിന്നീട് നാടുവാഴി കോവിലകങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ 15, 16, 17-ാം നൂറ്റാണ്ടിലാണ് ഇത് എഴുതുന്നത്, ഇന്നത്തെ രൂപത്തിൽ എഴുതി വയ്ക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള ബ്രാഹ്മണ കുടിയേറ്റങ്ങളെക്കുറിച്ചുള്ള സംഭവം എഴുതുന്നത് 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ. ആ 17-ാം നൂറ്റാണ്ടിലെ ടെക്സ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ 5-ാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണരുടെ മൈഗ്രേഷനെ കുറിച്ച് ചരിത്രം എഴുതുന്നതെന്ന് ഓർക്കണം. എന്നാൽ അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ചരിത്ര പ്രക്രിയയാണ് ചെങ്ങന്നൂരാദി പാട്ടുകൾ. 7000-ൽ പരം വരികളുണ്ട് ആ പാട്ടുകൾക്ക്. അല്ലെങ്കിൽ ഈ പറയുന്ന ഇടനാടൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തെക്കൻ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ പാട്ടുകൾ, അത് ഒരു ഭൂപ്രദേശത്തിൻ്റെ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങളിലെ കാർഷിക ജീവിതത്തിൻ്റെയും അടിമ ഉടമ വ്യവസ്ഥിതിയുടെയും ഒരു ജനതയുടെ
ഒരു കീഴാളവൽക്കരിക്കപ്പെട്ട ഒരു ജനത. ഒരു കാലത്ത് അവർ കീഴാളരായിരുന്നില്ല. അടിമകളാക്കപ്പെട്ട മനുഷ്യരുടെ, അവർ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ, അവരുടെ ജ്ഞാനബോധങ്ങളുടെ, അവരുടെ അതിജീവനത്തിൻ്റെ, അവരുടെ സാംസ്കാരിക പ്രക്രിയകൾ കല്ലിച്ചിരിക്കുന്നതാണ് ഈ ഇടനാടൻ പാട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ചെങ്ങന്നൂരാദി പാട്ടുകൾ എന്ന് പറയുന്നത്. ആ പാട്ടുകൾ എന്തുകൊണ്ട് കേരള ചരിത്രത്തിൻ്റെ ഉപദാനമായി ചരിത്രകാരന്മാർ സ്ഥാനപ്പെടുത്തുന്നില്ല എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് എപ്പോഴും ചരിത്രം എഴുതി അടയാളപ്പെടുത്തിയ ഒരു വിജ്ഞാന രൂപമാക്കിയിരിക്കുന്നത് സെലക്റ്റീവായ ചില സോഴ്സുകളിലാണ്. സെലക്റ്റീവായ ചില സോഴ്സുകൾ, ആർക്കൈവ് ആവാം, എപ്പിഗ്രാഫി ആവാം, മറ്റു രൂപങ്ങളിലാവാം. അത് സെലക്റ്റീവാണ്. ചരിത്രകാരനാണ് സെലക്ട് ചെയ്തിട്ട് ഈ സോഴ്സ് ഉപയോഗിക്കുന്നത്. അത്തരം സോഴ്സുകൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ബഹുജനങ്ങളുടെ ചരിത്രാനുഭവത്തെ സ്ഥാനപ്പെടുത്തണമെങ്കിൽ കോവിലകങ്ങളുടെ നാൾവഴി കണക്കുകൾ കൊണ്ട് മാത്രം സാധ്യമാവില്ല. എപ്പിഗ്രാഫിക്കലായ സോഴ്സുകൾ കൊണ്ട്, ആർക്കൈവ്സുകളുടെ സോഴ്സ് കൊണ്ട് മാത്രമാവില്ല. ആ ജനങ്ങൾ ജീവിച്ച, ആ ജനത അതിജീവിച്ച ജീവിത പ്രക്രിയകളുടെ ചരിത്രത്തിൻ്റെ ഉപദാനമാക്കി മാറ്റുന്ന ഒരു ഉപദാന വിശകലന രീതി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ശരി, പരമ്പരാഗതമായ സോഴ്സ് വിശകലനത്തിൽ നിന്നും വ്യത്യസ്തമായി പുതിയ സോഴ്സുകളെ കണ്ടെത്തുകയും അല്ലെങ്കിൽ നിലവിലെ സോഴ്സുകളെ ഉപദാനങ്ങളെ കണ്ടെടുത്ത് അടയാളപ്പെടുത്തി ജനജീവിതത്തെ ദൃശ്യപ്പെടുത്തുന്ന, ആ ജനങ്ങൾ എങ്ങനെ അടിമയാക്കപ്പെട്ടു, ജനങ്ങൾ എങ്ങനെ പണിയെടുത്തു, ജനങ്ങൾ എങ്ങനെ അധ്വാനിച്ചു, ആ അധ്വാന പ്രക്രിയയും ജീവിത പ്രക്രിയയും അടയാളപ്പെടുത്തുവാനും വിശദീകരിക്കുവാനും പറ്റുന്ന രീതിയിൽ ഉപദാനങ്ങളെ കണ്ടെടുക്കുകയും ഉപദാനങ്ങളെ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ രീതിശാസ്ത്രം വികസിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ അഭാവങ്ങളെ പരിഗണിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഈ അദൃശ്യതയെ പരിഗണിക്കാൻ കഴിയൂ. അപ്പോൾ രീതിശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പുതിയ ഉപദാനങ്ങളെ കണ്ടെത്തുകയും നിലവിലുള്ള ഉപദാനങ്ങളുടെ പരിമിതിയെ തന്നെ മറികടക്കുകയും പുതിയ ഉപദാനങ്ങളെ കണ്ടെത്തി വിശദീകരിക്കാൻ പറ്റുന്നതോട് കൂടി മാത്രമേ ഈ സോഷ്യൽ മാർജിനിലേക്ക് ചരിത്രത്തെ നമുക്ക് പുനർവിന്യസിക്കുവാനും വികസിപ്പിക്കാനും കഴിയും. അതുവഴി മാത്രമേ ചരിത്രം എന്ന് പറയുന്നത് ഒരു വിജ്ഞാന രൂപം എന്ന രീതിയിൽ, ഇന്നിപ്പോൾ കേരള ചരിത്രം പൊതുവെ ഞാനൊക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന കേരള ചരിത്രം ഒരു ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള വിജ്ഞാനമല്ല എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻക്ലൂസീവ് ഹിസ്റ്ററി. ഒരു ഇൻക്ലൂസീവ് ഹിസ്റ്ററി അല്ലത്. നമുക്ക് ആവശ്യം ഒരു ഇൻക്ലൂസീവ് ഹിസ്റ്ററിയാണ്. വി നീഡ് ആൻ ഇൻക്ലൂസീവ് ഹിസ്റ്ററി എൻകംപാസിംഗ് ദി ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ എക്സ്പീരിയൻസ് ഓൾ കമ്മ്യൂണിറ്റീസ് ആൻഡ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് പീപ്പിൾ ആൻഡ് ഓൾ ഏരിയാസ്. ഈ കേരളം എന്ന് പറയുന്ന ഭൂപ്രദേശത്തിൻ്റെ കാടും കടലും, കടൽ മേഖലയും കാട് മേഖലയും ഇടനാടും ഉൾപ്പെടുന്ന കേരളം എന്ന് പറയുന്ന വലിയ ഭൂപ്രദേശത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്നതും അതിന് തുല്യമായ പ്രാധാന്യം കൊടുക്കുന്നതും, ആ പ്രദേശങ്ങളൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അനുഭവത്തെയും ആ മനുഷ്യരുടെ ഭാഷയെയും ആവിഷ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കേരള ചരിത്രം നിർമ്മിച്ചുകൊണ്ട് മാത്രമേ മലയാളിക്ക് ഭാവിയെ അഭിമുഖീകരിക്കുവാനുള്ള ശേഷിയുള്ള വിജ്ഞാനമാക്കി കേരള ചരിത്രത്തെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ സാധാരണ പറയാറുണ്ട്, പ്രളയാനന്തര കേരളത്തിന് ശേഷം, അല്ലെങ്കിൽ ഈ വലിയ രീതിയിലുള്ള കോവിഡ് പാൻഡമിക്കിന് ശേഷം നമ്മളൊരു പുതിയ കേരളത്തെ റീബിൽഡ് ചെയ്യുകയാണ്. സമ്മതിച്ചു, കേരളത്തെ നമ്മൾ പുനർസൃഷ്ടിക്കുകയാണ്. ഒരു കേരളത്തെ പുനർസൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ ഉദ്യമങ്ങളിൽ നമുക്കൊരു ചരിത്രശാസ്ത്രത്തിൻ്റെ പിന്തുണ ആവശ്യമാണോ എന്നുള്ളതാണ്. കേരളം എന്ന് പറയുന്ന ഒരു ചരിത്രശാസ്ത്രത്തിൻ്റെ പിന്തുണ ഒരു പുതിയ കേരള നിർമ്മിതിക്ക് ആവശ്യമാണോ? അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള കേരള ചരിത്രം വെച്ചിട്ട് നമുക്ക് ഇനി വരാനുള്ള കാലഘട്ടത്തിലെ മലയാളിയുടെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോഴാണ് ഒരു ഇൻക്ലൂസീവ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ആവശ്യം വരും. ഒരു ഉൾക്കൊള്ളൽ ചരിത്രം നമുക്ക് ആവശ്യമാണ്. എല്ലാ പ്രദേശങ്ങളെയും എല്ലാ പ്രമേയങ്ങളെയും പ്രത്യേകിച്ച് സാമൂഹികമായി പുറന്തള്ളപ്പെട്ട ചരിത്രപരമായ പ്രക്രിയയുടെ ഭാഗമായി, ചരിത്ര വികാസ പ്രക്രിയയുടെയും ചരിത്രത്തിലെ കോയ്മാരൂപങ്ങളുടെ വികാസ പരിണാമങ്ങളുടെയും ആധിപത്യത്തിൻ്റെ ഭാഗമായി ചരിത്രത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും വ്യവസ്ഥകളിൽ നിന്നും പുറന്തള്ളപ്പെട്ട സോഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സാമൂഹ്യമായി പുറന്തള്ളപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളെയും സംസ്കാരങ്ങളെയും പ്രദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവയ്ക്ക് തുല്യമായ രീതിയിൽ പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു ചരിത്രത്തെ നിർമ്മിച്ചുകൊണ്ട് മാത്രമേ കേരള ചരിത്രം നീതിയുക്തമായൊരു വിജ്ഞാനമായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അടിസ്ഥാനപരമായി വളരെ ഇൻക്ലൂസീവായ ഒരു ജനാധിപത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഭരണഘടനാ സങ്കല്പം തന്നെ ഒരു ഇൻക്ലൂസീവ് ഡെമോക്രസിയാണ്, ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിയാണ്, ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റാണ്. ഉൾക്കൊള്ളൽ ജനാധിപത്യവും ഉൾക്കൊള്ളൽ നീതിയും ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കണമെങ്കിൽ
ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാനം ഉൾക്കൊള്ളൽ സ്വഭാവമുള്ളതായിരിക്കണം. കാരണം മനുഷ്യൻ്റെ ദീർഘകാലത്തെ ചരിത്ര അനുഭവങ്ങളെ, മനുഷ്യൻ്റെ ഈടുവെപ്പുകളെ കണ്ടെടുക്കുന്ന ഒരു വിജ്ഞാനം എന്ന രീതിയിൽ, അതുപയോഗിച്ച് വർത്തമാനത്തെയും ഭാവിയെയും അഭിമുഖീകരിക്കുന്ന ഒരു വിജ്ഞാനം എന്ന രീതിയിൽ ചരിത്രത്തിന് ഉൾക്കൊള്ളൽ സ്വഭാവമുള്ള വിജ്ഞാനമായി മാറേണ്ടതുണ്ട്. ഇപ്പം നിലനിൽക്കുന്ന കേരള ചരിത്രം, നമുക്കൊരു അക്കാദമിക ചരിത്രമുണ്ട്, അത് മോശമില്ലാത്ത കുഴപ്പമില്ലാത്ത നമുക്ക് പഠിപ്പിക്കുന്ന ചരിത്രമുണ്ട്. അതിൽ വിച്ച് ഇസ് വെൽ ആൻഡ് ഗുഡ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പക്ഷേ അതിനൊരു ഉൾക്കൊള്ളൽ സ്വഭാവമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻനിർത്തി അതിന് ഉൾക്കൊള്ളൽ സ്വഭാവമില്ല. ആ ഉൾക്കൊള്ളൽ സ്വഭാവമില്ലാത്തതുകൊണ്ടാണല്ലോ ഷീബ ടീച്ചർ മാത്രമായി ചുരുങ്ങിപ്പോയത് ഈ പാനൽ ഡിസ്കഷൻ തന്നെ. അതിനെ ഉൾക്കൊള്ളൽ സ്വഭാവം ഇല്ലാത്തതുകൊണ്ടാണ് KS മാധവനും ഷീബയും മാത്രമായി പാനൽ ഡിസ്കഷൻ ഒതുങ്ങിപ്പോവാൻ കാരണം. കേരള ചരിത്രം അടിസ്ഥാനപരമായി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുള്ള ദൈഷ്ണിക സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ്. ആ ദൈഷ്ണിക സത്യസന്ധത വിജ്ഞാനത്തിന്, കേരള ചരിത്രം വിജ്ഞാനത്തിന് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ പൊതുമലയാളിക്ക് കേരളത്തെയും മലയാളത്തെയും നമ്മുടെ ഭാവി നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റൂ. കാരണം ഒരു വികസന പ്രതിസന്ധി ഇന്ന് കേരളത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. നമുക്കൊരു വികസന മാതൃകയുണ്ട്, കേരള മോഡൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന ഒരു വികസന മാതൃകയുണ്ട്. ചരിത്രപരമായി നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. ഒരു കൊളോണിയൽ ആധുനികതയുടെ തുടർച്ചയിലൂടെ നമ്മൾ നിർമ്മിച്ചെടുത്തൊരു വികസന മാതൃകയാണ്. അത് പലതും ലോകത്തിന് പോലും മാതൃകയാണ്. പക്ഷെ ആ മാതൃക പുറന്തള്ളിയ മനുഷ്യരുണ്ട്. ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും ഗോത്ര സമൂഹങ്ങളും ദളിതരും കീഴായ്മ അനുഭവിക്കുന്ന ഒട്ടനവധി മനുഷ്യർ ഈ വികസനത്തിൽ നിന്ന് ഇരകളാണ്, പുറന്തള്ളപ്പെട്ടവരാണ്. ആ മനുഷ്യരെ കൂടിയും അവരുടെ ചരിത്രത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഉൾക്കൊള്ളൽ വിജ്ഞാനമായി ചരിത്രത്തെ മാറ്റി തീർത്തുകൊണ്ട് മാത്രമേ ചരിത്രം എന്ന് പറയുന്ന ഒരു വിജ്ഞാനത്തിനും ആ വിജ്ഞാനം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്കും ജനാധിപത്യപരമായി നിലനിൽക്കാൻ കഴിയും. കാരണം ഇന്നത്തെ ചരിത്ര നിർമ്മാണ പ്രക്രിയ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാഡമിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കാഡമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ജനാധിപത്യപരമായ പ്രക്രിയയിലല്ല നിൽക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഇഗാലിറ്റേറിയൻ ഇൻക്ലൂസീവ് ഡെമോക്രാറ്റിക് പ്രോസസ് ഓഫ് നോളജ് പ്രൊഡക്ഷൻ ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനപരമായ ഗവേഷണപരമായി യൂണിവേഴ്സിറ്റികളിൽ, സർവകലാശാലകളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്ന ചരിത്ര ഗവേഷണ പ്രക്രിയ തന്നെ അടിസ്ഥാനപരമായി ജനാധിപത്യപരമല്ല, അത് ഇഗാലിറ്റേറിയൻ അല്ല, അത് ഇൻക്ലൂസീവ് അല്ല. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ മറ്റേത് വിജ്ഞാനത്തേക്കാൾ കൂടി അധികാരത്തിൻ്റെ ബലതന്ത്രത്താൽ നിർമ്മിക്കപ്പെടുകയും നിലനിൽക്കുന്നതുമായൊരു വിജ്ഞാന രൂപമാണ്. അതിനെ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് മാത്രമേ വിശിഷ്യ കേരളത്തെ സംബന്ധിച്ചോളം മലയാളിക്ക് ഒരു ജനാധിപത്യ സമൂഹമായി മുന്നോട്ട് പോകാൻ, ചലിക്കാൻ കഴിയൂ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ ചോദ്യം ചോദിച്ചാൽ പിന്നെ പറയാം. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഡോക്ടർ KM ഷീബ സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്. കാരണം സ്ഥാപനങ്ങൾക്ക് പുറത്തേക്ക് ചരിത്രം എത്തേണ്ടുന്നതിൻ്റെ ആവശ്യകത ഊന്നുന്ന ഒരു കാലമാണ് നമ്മൾ ജീവിക്കുന്ന കാലം. അതുകൊണ്ട് ഈ സദസ്സിന് മുമ്പിൽ ചരിത്രത്തെക്കുറിച്ചുള്ള ചില സംഭാഷണങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. വിടവുകളും അഭാവങ്ങളും എന്നുള്ളതാണ് വിഷയം. എനിക്ക് തോന്നുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കൊണോട്ടേഷനാണ് ഈ വിടവുകളും അഭാവങ്ങളും. ഞാൻ പറയാൻ ആഗ്രഹിക്കുക സാന്നിധ്യങ്ങളുടെ സാധ്യതകളെക്കുറിച്ചാണ്. എങ്ങനെയാണ് വിടവുകളുടെയും അഭാവങ്ങളുടെയും ഇടയിൽ സാന്നിധ്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം അഭാവങ്ങൾ? നമ്മൾ അവിടെയാണല്ലോ തുടങ്ങേണ്ടത്. പ്രശ്നവൽക്കരിച്ചു കൊണ്ട് തുടങ്ങുമ്പം അഭാവങ്ങൾ എന്തുകൊണ്ടാണ്, അത് യാദൃശ്ചികമായിട്ട് നടന്നതാണോ അഭാവങ്ങൾ, ആരാണ് ചരിത്രത്തിലുള്ളത്? അപ്പോൾ ഞാൻ എൻ്റെ വിദ്യാർത്ഥികളോട് ചോദിക്കും, ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ വളരെ ലളിതമായി വിദ്യാർത്ഥികൾ പറയുന്നത് കഴിഞ്ഞ കാലം എന്നാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ആഖ്യാനം എന്നാണ്. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, ഈ കഴിഞ്ഞ കാലത്തിൽ ഞാനുണ്ടോ? ഞാനെന്ന സ്ത്രീയുടെ കഴിഞ്ഞ കാലം ഈ ചരിത്ര വിജ്ഞാനീയത്തിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുമ്പോൾ ചരിത്രത്തിൽ ആരാണുള്ളത്? മാധവൻ പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ചരിത്രത്തിൽ ആരാണുള്ളത്, ചരിത്രത്തിൽ ആരാണ് ഇല്ലാതായിപ്പോയത്, ആരൊക്കെയാണ് ഇല്ലാതായിപ്പോയത് എന്നുള്ളത് വേണം കൂടുതൽ പറയാൻ. അപ്പം നമുക്ക് ഈ ചരിത്ര വിജ്ഞാനീയത്തിൻ്റെ ഉത്ഭവകാലം മുതൽ നോക്കുകയാണെങ്കിൽ, ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടി തന്നെ നോക്കുകയാണെങ്കിൽ, ചരിത്രം എന്ന് മാത്രമല്ല എല്ലാതരം വിജ്ഞാന ശാഖകളുടെയും ഒരു വരവിൻ്റെ ഒരു കാലം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനമായി നിന്നിട്ടുള്ള ദർശനങ്ങൾ, എങ്ങനെയായിരിക്കണം വിജ്ഞാനം ഉൽപ്പാദിപ്പിക്കേണ്ടത്, ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കണം, പക്ഷപാതിത്വരഹിതമായി വസ്തുനിഷ്ഠമായി ഉൽപ്പാദിപ്പിക്കണം, ഇതൊക്കെയാണ്
എല്ലാ വിജ്ഞാനങ്ങളുടെയും അടിസ്ഥാനം, ചരിത്രത്തിൻ്റെയും അടിസ്ഥാനം ഇതൊക്കെ തന്നെയാണ്. അപ്പം പറഞ്ഞു വന്നത്, ആധുനികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ എല്ലാ വിജ്ഞാന ശാഖകളും ഉണ്ടായപ്പം ഈ വിജ്ഞാന ശാഖകളുടെ അടിത്തറയായി നിന്നിട്ടുള്ള ചില സങ്കല്പങ്ങളും സങ്കല്പനങ്ങളും ഉണ്ട്. ആധുനികതയുടെ ചിന്താ പദ്ധതിയിലായാലും സാമൂഹ്യ ക്രമങ്ങളിലായാലും വളരെ കഠിനമായ അല്ലെങ്കിൽ കർശനമായ ഈ ദ്വന്ദ്വ സ്വഭാവമുള്ള ആലോചനകൾ ഉണ്ടാവുന്നുണ്ട്. ദ്വന്ദ്വം എന്ന് പറയുമ്പം അകം ലോകം, പുറം ലോകം. അകം എന്ന് പറയുന്നത് വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും പുറം ലോകം എന്ന് പറയുന്നത് വീടിൻ്റെ പുറത്തുള്ള ഭരണമോ ഉൽപാദനമോ നിയമമോ വ്യവസ്ഥയോ സംസ്കാരമോ എങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം. ഈ അകം പുറം എന്ന് പറയുന്നൊരു ദ്വന്ദ്വമുണ്ട്. സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ദ്വന്ദ്വമുണ്ട്. വൈകാരികത യുക്തി എന്ന് പറയുന്നൊരു ദ്വന്ദ്വമുണ്ട്. സംസ്കാരം പ്രകൃതി എന്ന് പറയുന്നൊരു ദ്വന്ദ്വമുണ്ട്. ഇങ്ങനെ വളരെ കർശനമായ ദ്വന്ദ്വ സ്വഭാവമുള്ള ആലോചനകളിലാണ് ആധുനികതയുടെ ചിന്താപദ്ധതികളും സാമൂഹിക ക്രമങ്ങളും രൂപപ്പെട്ടതെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ദ്വന്ദ്വങ്ങളുടെ ഒരു വശം പുറം ലോകം എന്ന് പറയുന്നത്, പുരുഷൻ എന്ന് പറയുന്നത്, യുക്തി എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വശം മാത്രമാണ് നമ്മൾക്ക് പരിചയമുള്ള എല്ലാ വിജ്ഞാന ശാഖകളുടെയും അടിത്തറയായി മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം സ്ത്രീ എന്ന് പറയുന്നത്, ആദിവാസി എന്ന് പറയുന്നത്, ദളിതരെന്ന് പറയുന്നത്, വളരെ ലിംഗലൈംഗിക സ്വത്വങ്ങളുള്ള ആൾക്കാർ, അപ്പം വ്യത്യസ്തമായ ലിംഗലൈംഗിക സ്വത്വങ്ങളുള്ള ആൾക്കാർ, ഇങ്ങനെ മുഖ്യധാര എന്ന് പറയുന്നതിൽ നിന്ന് പുറത്തായിട്ടുള്ള ആൾക്കാരൊക്കെയും തന്നെ ദ്വന്ദ്വങ്ങളുടെ ഇപ്പുറത്താണ്. കാരണം വലിയ രീതിയിലുള്ള ഓപ്പറേഷൻ്റെ, വൈകാരികമായ ചൂഷണത്തിൻ്റെ, മാധവൻ അതിവിടെ പറഞ്ഞു, ചൂഷണത്തിൻ്റെയും വലിയ രീതിയിലുള്ള കഠിന അനുഭവങ്ങളുടെയും, പുരുഷാധിപത്യത്തിന് കീഴിലോ ജാതീയതയുടെ കീഴിലോ ഒക്കെയുള്ള ഈ അനുഭവങ്ങളെ നമുക്ക് എവിടെയാണ് കുറിക്കാൻ പറ്റുക? കാരണം വിജ്ഞാന ശാഖകൾക്കകത്ത് അനുഭവത്തിന് ഇടമില്ല. കാരണം വൈകാരികതയ്ക്ക് ഇടമില്ല, യുക്തി മാത്രമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിൽ അതിപ്രശസ്തനായിട്ടുള്ള ഒരു ചരിത്രകാരൻ ഒരു വലിയൊരു കോൺഫറൻസിൽ നിന്നുകൊണ്ട് സംസാരിച്ചത്, ദളിതർ അവരുടെ പീഡനം വീടനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും, ഇത് നമുക്ക് ചരിത്രത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഞാൻ വളരെ ഞെട്ടലോടെയാണ് അത് കേട്ടത്. കാരണം പക്ഷേ എനിക്ക് പിന്നീട് തോന്നി ഞെട്ടേണ്ട കാര്യമില്ല. കാരണം ചരിത്രം എന്നിട്ടുള്ള വിജ്ഞാനീയത്തിനകത്ത് ഉൾക്കൊള്ളൽ ശേഷി വളരെ കുറവാണ്. നിങ്ങൾക്ക് വൈകാരികമായ നിങ്ങളുടെ അനുഭവങ്ങളെ, ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള കഠിനമായ അനുഭവങ്ങളെയും ചൂഷണങ്ങളെയും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല തന്നെ. കാരണം നമ്മളിവിടെ വൈകാരികമായ കാര്യങ്ങളാണ് ചെയ്യാനിരിക്കുന്നത്, വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചരിത്രം എന്നുള്ള വിജ്ഞാനീയത്തിൻ്റെ ഡെഫിനിഷനിൽ തന്നെ പുറത്തായി പോകുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ടാണ് വരേണ്ടത്, വരണ്ട, ഞങ്ങളിവിടെ യുക്തിസഹമായ കാര്യങ്ങൾ മാത്രം ചെയ്യാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ ഈ വിജ്ഞാന ശാഖകൾ തന്നെ അതിൻ്റെ അകത്ത് ഉൾച്ചേർന്ന തരത്തിലുള്ള അഭാവങ്ങളുടെ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ചരിത്രം എഴുതാൻ പുറപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് സ്രോതസ്സുകൾ, എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എഴുതുന്നതെന്നുള്ളത്. ആരായിരിക്കും ഈ സ്രോതസ്സുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടാവുക? രാജാവ് അവശേഷിപ്പിച്ചിട്ടുണ്ടാവും, അധികാരത്തിലിരിക്കുന്നവർ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. സാധാരണ ജീവിതത്തിൽ അധികാരത്തിൻ്റെ ഒരു പടവ് പോലും കയറിയിട്ടില്ലാത്ത സ്ത്രീകളോ ദളിതരോ ആദിവാസികളോ പല ലിംഗലൈംഗിക സ്വത്വങ്ങളോ എവിടെയായിരിക്കും സ്രോതസ്സുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ടാവുക? അപ്പോൾ സ്രോതസ്സുകൾ വേണമെന്നുള്ള നിർബന്ധം, വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ എന്നുള്ളതിൻ്റെ നിർബന്ധം, വൈകാരികമായ തലങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള നിർബന്ധം, ഇങ്ങനെ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ തന്നെ ഒരു വിജ്ഞാന ശാഖ പല സാമൂഹ്യ വിഭാഗങ്ങളെയും പുറത്തു നിർത്തുന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഈ ചരിത്ര വിജ്ഞാനീയത്തിൽ കാണുന്നത്. അപ്പം വ്യാഖ്യാനങ്ങളിൽ തന്നെ നമ്മൾ പുറത്താണെന്നുള്ളതാണ്. അത് ആദ്യം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാധവനോട് പറഞ്ഞു, നമ്മുടെ സാമ്പ്രദായികമായ സ്ഥാപനങ്ങൾക്കകത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ചരിത്ര വിഭാഗം, പഠന വിഭാഗം, അതിനകത്ത് നടത്തുന്ന ചരിത്ര അന്വേഷണങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾക്കകത്ത് മാത്രം നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പ്രദായികമായ തരത്തിൽ ചരിത്ര വിജ്ഞാനീയത്തിനകത്ത് വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം തന്നെ പുറത്ത്, അകത്തുള്ളവരെക്കാൾ കൂടുതൽ പുറത്താണ് എന്ന് പറയുന്ന ഒരവസ്ഥ അതിനകത്തുണ്ടാവും എന്നുള്ളതാണ്. എന്താണ് സാധ്യമായിട്ടുള്ളത്? ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരങ്ങൾ സാധ്യമാണോ? ഉൾക്കൊള്ളൽ ശേഷിയിലേക്ക് ചരിത്ര വിജ്ഞാനീയത്തിനെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. സാധിക്കും എന്ന് തന്നെയാണ് കഴിഞ്ഞ 30 കൊല്ലമായെങ്കിലുമുള്ള അന്വേഷണങ്ങൾ. 30 കൊല്ലമേ പഴക്കമുള്ളൂ പുതിയ തരത്തിലുള്ള ചരിത്രങ്ങൾ, ഉൾക്കൊള്ളൽ ശേഷിയുള്ള ചരിത്രങ്ങൾ എഴുതാനുള്ള ഉദ്യമത്തിനെങ്കിൽ അത് സാധ്യമാണ് എന്ന് തന്നെയാണ് നമ്മളോട് ഈ 30 കൊല്ലത്തെ ചരിത്രം പറയുന്നത്. ഇങ്ങനെ സാധ്യമാണ് എന്നുള്ളതാണ്. സ്രോതസ്സുകളുണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഉമാ ചക്രവർത്തി തൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരിട്ടിട്ടുള്ളത് എവ്രിഡേ ലൈവ്സ് എവ്രിഡേ ഹിസ്റ്ററീസ് എന്ന, ദൈനംദിനതയുടെ ചരിത്രം,
ബിയോണ്ട് ദ കിങ്സ് ആൻഡ് ബ്രാഹ്മണാസ്. നമ്മൾ ചരിത്രം കണ്ടിട്ടുള്ളത് രാജാക്കന്മാരുടെയും രാജവംശങ്ങളുടെയും മിലിറ്ററിസ്റ്റിക് ആയിട്ടുള്ള യുദ്ധങ്ങൾ, പിന്നെ ഓരോ രാജാവിൻ്റെ കീഴിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഇങ്ങനെ എവിടെയും പുറം ലോകത്തിൽ നിന്ന് വിട്ടുകൊണ്ട് അകം ലോകത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് അധികാരമില്ലാത്ത ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ചരിത്രങ്ങളെ നമ്മൾ കാണുന്നേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉമാ ചക്രവർത്തി ബിയോണ്ട് ദ കിങ്സ് ആൻഡ് ബ്രാഹ്മണാസ്, മാറി നിൽക്കട്ടെ ഈ രാജാക്കന്മാർ മാറി നിൽക്കട്ടെ, ബ്രാഹ്മണന്മാർ മാറി നിൽക്കട്ടെ, അതല്ലാത്ത ജനതയുടെ ദൈനംദിനതയുടെ ചരിത്രം നമുക്ക് കുറിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. അപ്പം സാധ്യമാവുന്നത് എങ്ങനെയാണ്? സാമ്പ്രദായിക ചരിത്രത്തെ തിരുത്തി കുറിച്ചുകൊണ്ടല്ലാതെ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ആ തിരുത്തി കുറിക്കാനുള്ള ശ്രമങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതാണ്. സ്രോതസ്സുകൾ പുതിയത് ആലോചിക്കാൻ പറ്റുമോ? ഒരു പക്ഷേ പഴയ സ്രോതസ്സുകൾ തന്നെ പുനർവായിക്കാൻ സാധിക്കും. ഉമാ ചക്രവർത്തി ചെയ്യുന്നത് അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികൾ, ധർമ്മശാസ്ത്രങ്ങൾ പോലെയുള്ള കൃതികൾ അവിടെ തന്നെയുണ്ട്. അർത്ഥശാസ്ത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. നോക്കിയാൽ അതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികൾ, മനുസ്മൃതി പോലെയുള്ള കൃതികൾ, ജാതക ബുദ്ധ കൃതികൾ ഒക്കെ നോക്കിയപ്പോൾ കണ്ടത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെയൊക്കെ കാര്യത്തിൽ കണ്ടത്, സ്ത്രീകൾ എത്ര കഠിനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടായിരുന്നു പ്രാചീന ഇന്ത്യയിലൊക്കെ ജീവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അർത്ഥശാസ്ത്രത്തെ നമ്മളൊരു പൊളിറ്റിക്കൽ ടെക്സ്റ്റ് മാത്രമായിട്ടാണ് കണ്ടതെങ്കിൽ നോക്കിയാൽ കാണാവുന്ന സ്ത്രീ ജീവിതങ്ങളുടെ ആഖ്യാനങ്ങൾ വാസ്തവത്തിൽ അർത്ഥശാസ്ത്രത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള, നമ്മൾ പരിചയിച്ചിട്ടുള്ള സ്രോതസ്സുകളെ പുനർവായന നടത്തുമ്പോൾ അതവിടെ ഉണ്ട്. ഈ ഒരു വീക്ഷണകോണിലൂടെ നോക്കിക്കാണുമ്പം നമുക്കൊരു, ഈ പരിപ്രേക്ഷ്യത്തിലൂടെ നമുക്ക് നോക്കിക്കാണുമ്പോൾ അതിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്രോതസ്സുകൾ അവിടെയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, പുതിയ സ്രോതസ്സുകൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. പുതിയ സ്രോതസ്സുകൾ ഒരു പക്ഷേ ഫോട്ടോകളായിരിക്കാം, ഡയറികളായിരിക്കാം, താരാട്ടുപാട്ടുകളായിരിക്കാം. ഇതൊന്നും തന്നെ ഒരു സാമ്പ്രദായിക ചരിത്രം സ്രോതസ്സായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം ഇതൊന്നും വസ്തുനിഷ്ഠമല്ല, ഇതൊന്നും വസ്തുനിഷ്ഠമല്ല, വളരെ ആത്മനിഷ്ഠമായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള സ്രോതസ്സുകളെ കൂടി ആശ്രയിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ പുതിയ സ്രോതസ്സുകൾ, പഴയ സ്രോതസ്സുകളുടെ പുനർവായന, അതുപോലെ തന്നെ നമ്മൾ ചരിത്ര കാലങ്ങൾ കണ്ടിട്ടുള്ളതിൻ്റെ രീതികൾ. ഇപ്പം എനിക്കറിയാം, ഈ ശബരിമല സംഭവത്തിൻ്റെ സമയത്ത് നവോത്ഥാന മതിലൊക്കെ ഉണ്ടായിരുന്നതാണ്. നവോത്ഥാനം എന്ന് ഞാൻ അതിനെ വിളിക്കാറില്ല, സാമൂഹ്യ പരിഷ്കരണം എന്നേ പറയാറുള്ളൂ. പക്ഷെ ഞാൻ നോക്കിയിട്ടുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആധുനികതയുടെ ഒരു കുടുംബിനി രൂപീകരണത്തിൻ്റെ ചരിത്രമായിരുന്നു. അപ്പം നിരന്തരമായി 1920 മുതൽ 40 വരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പരിഷ്കരണ സാഹിത്യത്തിൽ എങ്ങനെ ഒരു ആധുനിക കുടുംബിനിയെ ഉണ്ടാക്കാം, എങ്ങനെ അടുക്കള കയറ്റാം, അല്ലെ തറവാടുകൾ പൊളിഞ്ഞ് അണുകുടുംബങ്ങളായപ്പോൾ എങ്ങനെ ഈ വീട്ടമ്മയെ, ഈ സ്ത്രീ എങ്ങനെ അടുക്കളയെ കയറ്റാം എന്നുള്ള പാചകവിധികളായിട്ടും എങ്ങനെ ഒരു നല്ല കുടുംബിനി ഉണ്ടാവുന്നു. അപ്പം ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ ആധുനികത എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ മാത്രമല്ല, ഒരു പക്ഷേ ആധുനികതയ്ക്കകത്ത് തന്നെ എഴുതി ചേർത്തിട്ടുള്ള ഒന്നായിരുന്നു ഈ ഡൊമസ്റ്റിസിറ്റി എന്ന് പറയുന്നത്, കുടുംബിനി രൂപം എന്ന് പറയുന്നത്. ഇത് കാണാതെ എങ്ങനെയാണ് നമ്മൾ ആധുനികതയെ സമീപിക്കുക? അപ്പം നമ്മൾ പരിചയിച്ചിട്ടുള്ള ചരിത്ര കാലങ്ങളെ, ഗുണമുള്ളതല്ലേ ആ നവോത്ഥാനം, യൂറോപ്പിൻ്റെ നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ പുരോഗമനമെന്ന് പറഞ്ഞിട്ടുള്ള പല കാലങ്ങൾ പോലും ഒരു സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യത്തിൽ നിന്നുള്ള ചോദ്യം ചെയ്യലിൽ തകർന്നു പോകുന്നുള്ളതാണ്. ജോയിൻ കെല്ലി ഗാഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർ യൂറോപ്യൻ നവോത്ഥാനം നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ളതാണ്. യൂറോപ്യൻ നവോത്ഥാനം, ഈ നവോത്ഥാന കാലത്ത് തന്നെയായിരുന്നു യൂറോപ്പിലെ സ്ത്രീകൾ അതികഠിനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായത് എന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഡിഡ് വിമൻ ഹാവ് എ റിനൈസൻസ് എന്നാണ് അവരുടെ ലേഖനം പറയുന്നത്. സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നോ? ഇതുപോലെ ഒരു ചോദ്യം ഒരു പക്ഷേ ചരിത്ര കാലത്തോടു കൂടി നമ്മൾ ചോദിക്കേണ്ടതുണ്ടെന്ന്. അപ്പം ഞാൻ പറയുന്നത് സാമ്പ്രദായിക ചരിത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളെ തന്നെ, അതിൻ്റെ പരിപ്രേക്ഷ്യങ്ങളെ തന്നെ, അതിൻ്റെ സ്രോതസ്സുകളെ തന്നെ, അത് കാണുന്ന കാഴ്ചയെ തന്നെ, ചരിത്ര കാലഘട്ടങ്ങളെ കാണുന്ന കാഴ്ചയെ തന്നെ പുനരാലോചിക്കാതെ, പുനരാവിഷ്കരിക്കാതെ ഒരു ഉൾക്കൊള്ളലിൻ്റെ സാധ്യത ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രീതിശാസ്ത്രപരമായിട്ട് പലപ്പോഴും രീതിശാസ്ത്രം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, നോക്കൂ ഞങ്ങൾ രീതിശാസ്ത്രം പാലിച്ചുകൊണ്ടാണ് ഈ ചരിത്രം എഴുതുന്നതല്ലേ, വസ്തുനിഷ്ഠമാണെന്ന് പറയുന്നു, പക്ഷം പിടിക്കുന്നില്ല എന്ന് പറയുന്നു, ശാസ്ത്രീയമാണെന്ന് പറയുന്നു, ഇങ്ങനെയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ചരിത്രം തന്നെയാണ് ആഫ്രിക്കയെ ഇരുണ്ട ഭൂഖണ്ഡമാക്കി മാറ്റിയതല്ലേ. അതിലെവിടെയായിരുന്നു ശാസ്ത്രീയത? അതിൽ തികഞ്ഞ പക്ഷപാതിത്വങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പക്ഷപാതിത്വരഹിതമെന്നും വസ്തുനിഷ്ഠമെന്നും ശാസ്ത്രീയമെന്നും പറഞ്ഞ ചരിത്രങ്ങൾ, പറഞ്ഞ് മുന്നോട്ട് വെച്ച ചരിത്രങ്ങൾ തന്നെ കഠിനമായ പക്ഷപാതിത്വങ്ങളുടെയും കഠിനമായ ശ്രേണിവൽക്കരണ അധികാര ബന്ധങ്ങളുടെയും തന്നെ ഇടമാണെന്നുള്ളതിൽ നമുക്കിന്ന് യാതൊരു സംശയവുമില്ല. ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പരിഹാരങ്ങൾ
കാണാനുള്ള ശ്രമങ്ങളും ഉണ്ടാകുന്നത്. അപ്പം ഒരു 10-30 കൊല്ലം മുമ്പേ പ്രത്യേകിച്ചും സ്ത്രീവാദ പഠനങ്ങളിൽ എങ്ങനെ ഇതിനെ പരിഹരിക്കാം, എങ്ങനെ ഉൾക്കൊള്ളൽ സാധ്യമാക്കാം അല്ലേ. ദേശീയ സമരത്തിൻ്റെ ചരിത്രം സ്ത്രീകളെ ആരെയും കാണാനില്ല, ദളിതരെ കാണുന്നില്ല, ആദിവാസിയെ കാണുന്നില്ല, അങ്ങനെയല്ലല്ലോ എഴുതിയിട്ടുള്ളത്. അങ്ങനെയുള്ള അഭാവങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള ശ്രമമാണ് ഒരുപക്ഷെ ആദ്യം നടന്നത്. അതുകൊണ്ട് കർഷക സമരം എവിടെയെങ്കിലും സ്ത്രീകളുണ്ടോ, എവിടെയെങ്കിലും ദളിതരുണ്ടോ, ആ കിട്ടി. പയ്യന്നൂരിൽ 2 പേര് കിട്ടി, എറണാകുളത്ത് നിന്ന് 3 പേര് കിട്ടി. ഇങ്ങനെ ഇല്ലാത്തവരെ കൂട്ടിച്ചേർക്കാനുള്ള പരിശ്രമമാണ് ആദ്യം നടന്നത്. അപ്പം ഒരുപക്ഷെ അസാന്നിധ്യങ്ങളിൽ നിന്ന് സാന്നിധ്യങ്ങളിലേക്ക് കടക്കാൻ ഈ ഒരു രീതിശാസ്ത്രം സഹായകമായിട്ടുണ്ട്. കാരണം ഇതുവരെ നമ്മൾ ആരെയും കണ്ടിട്ടില്ല, ഇപ്പം അറ്റ്ലീസ്റ്റ് 2-3 പേരെങ്കിലും നമുക്ക് കാണാം. പോരാ എന്നാലും ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലാണ് ആദ്യ പരിഹാര ശ്രമം നടന്നത്. പക്ഷെ അതും പോരായിരുന്നു. കാരണം ഈ കൂട്ടിച്ചേർക്കൽ വാസ്തവത്തിൽ ഇങ്ങനെ അയ്യോ ചായയിൽ പഞ്ചസാര ഇടാൻ മറന്നുപോയല്ലോ, എന്നാൽ പഞ്ചസാര ഇട്ട് ഇളക്കിയേക്കാം എന്ന് പറയുന്ന മട്ടിൽ ഇടാൻ മറന്നുപോയല്ലോ എന്നാൽ ഇട്ടേക്കാം എന്നുള്ളത് മാത്രമേ ആയുള്ളൂ. അപ്പോഴും നമ്മൾ ചരിത്ര വിജ്ഞാനീയത്തോട് ചോദിക്കുന്നില്ല എന്തുകൊണ്ട് ഉണ്ടായില്ല, നേരത്തെ എന്തുകൊണ്ട് പുറത്ത് നിർത്തപ്പെട്ടു എന്നുള്ള ചോദ്യം അപ്പോഴും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് വളരെ റാഡിക്കലാണ്. കാരണം കാണാത്തവരെ കണ്ടു തുടങ്ങി എന്നുള്ളത്, പോരായിരുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അടുത്ത തരത്തിലുള്ള ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്താണ് ഈ രീതിശാസ്ത്രം? നിൽപ്പ് സ്ഥാനത്തിൻ്റെ രീതിശാസ്ത്രം. ആരെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് അവരുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ജോയിൻ കെല്ലി ഗാഡോളിൻ്റെ പഠനത്തെ ഞാൻ കുറിച്ച് പറഞ്ഞത്. കാരണം നവോത്ഥാനം നമ്മൾ ആഘോഷിച്ചാണ്, പക്ഷെ സ്ത്രീയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നോക്കുമ്പോഴാണ് വ്യത്യസ്തമായ ഒരു കാലം കാണുന്നത്. ദേശീയ ചരിത്രകാരന്മാർ പറഞ്ഞു പ്രാചീന ഇന്ത്യ എന്ന് പറയുന്നത് സവർണ കാലമായിരുന്നു അല്ലേ. ആർഷഭാരത സംസ്കാരം, സ്ത്രീകൾ അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു, ഋഗ്വേദ മന്ത്രങ്ങൾ എഴുതിയിരുന്നു, ഗാർഗി ഉണ്ടായിരുന്നു, മൈത്രി ഉണ്ടായിരുന്നു, പിന്നെ മൈത്രിയും പിന്നെ കർണ 2 പേരുള്ളതുകൊണ്ട് തിരിച്ചും മറിച്ചു വിടേണ്ട സ്ഥിതിയാണ്. അങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരു പ്രാചീന കാലത്തെയാണ് ഉമാ ചക്രവർത്തി ചോദിച്ചത് എവിടെ പോയി? ദാസികൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ദാസി എന്ന് പറയുന്നത് കായിക വേല മാത്രമല്ല ലൈംഗിക വേല കൂടി ചെയ്യേണ്ടിയിരുന്ന ദാസികൾ ഉണ്ടായിരുന്ന കാലത്തെയാണോ നിങ്ങൾ ആർഷഭാരതം എന്നും സവർണകാലം എന്നും വിളിക്കുന്നത്? അപ്പം ഇങ്ങനെ ഈ ചോദ്യങ്ങളിൽ തകർന്നു പോകുന്ന നമ്മുടെ സാമ്പ്രദായിക ചരിത്ര വിജ്ഞാനീയങ്ങളുടെ അവസ്ഥകളെ നമ്മൾ ആ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ടെന്നുള്ള. ഇത് സ്ത്രീ എന്ന് പറഞ്ഞാൽ മാത്രം ഒരു സ്ത്രീ, ദളിത്, ആദിവാസി എല്ലാ തരത്തിലുള്ള പ്രാന്തവൽകൃത സ്വത്വങ്ങൾക്കും ഇത് ബാധകമാണെന്നുള്ളതാണ്. എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD എടുത്ത്, ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു ഉദാഹരണമാണിത്. അവർ വയനാട്ടിലെ പണിയരെ കുറിച്ചാണ് പഠിക്കാൻ പോയത്, പണിയരെക്കുറിച്ചും കുറിച്യരെക്കുറിച്ചും. അപ്പോൾ അവർ സിനോപ്സിസൊക്കെ ഉണ്ടാക്കി. പണിയർ എങ്ങനെ എന്താണ് വികസനമാണ് വിഷയം, ആദിവാസി മേഖലയിലുള്ള വികസനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് അവർ പഠിക്കാൻ വേണ്ടി അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊന്നുമല്ല ചോദിക്കേണ്ട ചോദ്യം എന്ന്. കാരണം അവരുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവർ വായിച്ച പുസ്തകത്തിൽ നിന്നും, ഇംഗ്ലീഷിൽ വായിച്ച പുസ്തകത്തിൽ നിന്നും, രീതിശാസ്ത്രം വായിച്ച് മാർക്ക് നേടിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗവേഷണ പദ്ധതിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതേ ആയിരുന്നില്ല എന്നുള്ളത്. അവർ വീണ്ടും അതിനെ വർക്ക് ചെയ്യാൻ തുടങ്ങി, ചോദ്യങ്ങൾ റീവർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദിവാസി എങ്ങനെയാണ് വികസനത്തെ കാണുന്നത്, ഒരു സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ ആദിവാസിയുടെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് എങ്ങനെ നോക്കിക്കാണും, ഇതാണ് ഞാൻ ഈ നിൽപ്പ് സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ അവർ ചോദ്യങ്ങൾ ചോദിച്ചപ്പം അവർ നോക്കിയപ്പോൾ 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും ആദിവാസി കുട്ടികളൊക്കെ ഇറങ്ങിപ്പോവാൻ, ഒക്കെ കൊഴിഞ്ഞു പോക്കാണ്. 100 പേരെ ചേർത്തെങ്കിൽ 5ാം ക്ലാസ് എത്തുമ്പോൾ 5 പേരേ ഉള്ളൂ. അപ്പം നമ്മൾ സാമ്പ്രദായിക പഠനത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ കണക്കെടുക്കുന്നു, 100 പേരെ ചേർത്തി 5 പേരേ ഉള്ളൂ, 95% കൊഴിഞ്ഞു പോക്ക്. സർക്കാർ ഇനി ഇവിടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫണ്ടുകൾ ചെലവഴിക്കേണ്ടതേ ഇല്ല. നോക്കൂ, നമ്മൾ നടത്തുന്ന ഓരോ പഠനം എന്ന് പറയുന്നതിന് നമ്മൾ റെസ്പോൺസിബിൾ ആണല്ലേ. നമ്മളൊരു വിജ്ഞാനത്തെ പൊതുസമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുകയും അതൊരു പക്ഷേ നയങ്ങളൊക്കെ ആയിട്ട് വരേണ്ടതാണ്. അപ്പം നമ്മളുണ്ടാക്കുന്ന വിജ്ഞാനങ്ങൾ ഏത് തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വളരെ പ്രധാനം. ഇത് നീതിയുടെ കൂടെ ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം 95% കൊഴിഞ്ഞു പോക്കുള്ള ഒരു ആദിവാസി മേഖലയിലേക്ക് എന്തിനാണ് ഇനി സർക്കാർ ഫണ്ടുകൾ കൊണ്ടിറക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്ത് ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കി, ഈ പരിപ്രേക്ഷ്യത്തിൽ നിന്ന്, നിൽപ്പ് സ്ഥാനത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കിയപ്പം എന്തുകൊണ്ടായിരിക്കാം ഈ കൊഴിഞ്ഞു പോക്ക് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്യാപകർ പറഞ്ഞു, അല്ല ഈ വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങളുടെ ഭാഷ പണിയ ഭാഷയാണ്. അവിടെ ചെല്ലുമ്പം ഞങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ എന്ത് ഭാഷയാണെന്ന് ചോദിച്ചിട്ടാണ് എൻറോൾ ചെയ്യുന്നത്. ഞങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർ മലയാളം എന്നങ്ങ് എഴുതി വയ്ക്കും. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ക്ലാസ്സിലിരുന്നാൽ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അധ്യാപകർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവർ പല പണികളും എടുത്തിട്ട് അങ്ങ് ഒരു നേരമാകുമ്പോഴാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പം ഞങ്ങൾ നോക്കി ഇവരെ ഈ 9 മണിക്ക് ക്ലാസ്സിൽ വരണമല്ലോ, ഇവരെ ഒന്ന് സമയക്രമം പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കി. അതുകൊണ്ട് അവർക്ക് രാവിലെ കൊടുത്തിരുന്ന ഭക്ഷണം
ഞങ്ങളിനി കൊടുക്കുന്നില്ല എന്നുള്ളത്. ഞാനത് വായിച്ചിട്ട് സത്യം ഞെട്ടലോടെയാണ് ഞാനത് വായിച്ചത്. ഇങ്ങനെയാണ് ആദിവാസിയെ നമ്മൾ ആധുനികതയുടെ മുതലാളിത്തത്തിൻ്റെതായിട്ടുള്ള സമയക്രമം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അവരുടെ ഭക്ഷണം പോലും നിഷേധിച്ചുകൊണ്ടാണെന്നുള്ളത്. നമുക്ക് ജീവിത ലോകങ്ങൾ മനസ്സിലാവുന്നില്ല അല്ലേ? നമ്മൾ പോകുന്നത് അധികാരത്തിൻ്റെ നമ്മളുടെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയിൽ നിന്നാണെങ്കിൽ ഈ നിൽപ്പ് സ്ഥാനത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ കണ്ടെത്തലുകൾ നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തുന്നതാണ്. എന്തിനും പോകണം ആദിവാസി കുട്ടി സ്കൂളിലേക്ക്? മനസ്സിലാവാത്ത ഭാഷയിൽ പഠിപ്പിക്കുന്ന, ഭക്ഷണം പോലും നിഷേധിക്കുന്ന ഒരു സ്കൂളിലേക്ക് എന്തിനു പോകണം? അപ്പോൾ കൊഴിഞ്ഞു പോക്കിൻ്റെ ഉള്ള കാരണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഇങ്ങനെ ആദിവാസി മാത്രമല്ല, സ്ത്രീകളുടെയും ദളിതരുടെയും പല ലിംഗ ലൈംഗിക സ്വത്വങ്ങളുടെയും ഒക്കെ ജീവിത ലോകങ്ങളെ നമ്മൾ കാണുമ്പം നമ്മൾ കണ്ടെത്തുന്ന കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ കണ്ടെത്തലുകളാണ്. അവിടെയാണ് നമ്മൾ ഈ അധികാരം ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് വരുന്നത്, ഞാനൊരു ഗവേഷകയാണ്, എനിക്ക് രീതിശാസ്ത്രം നല്ല വശമുണ്ട്, ഞാൻ തീരുമാനിക്കും എന്തിനെക്കുറിച്ച് ഗവേഷണം ചെയ്യണം, നിങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഗവേഷണം, പക്ഷെ ഞാനാണ് ഇത് തീരുമാനിക്കുന്നത്, ചോദ്യങ്ങൾ ഞാനാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ ചോദ്യങ്ങൾക്കുള്ള പരിമിതമായ മറുപടികൾ തരുന്ന വെറും വസ്തുക്കൾ മാത്രമാണ് നിങ്ങൾ, എന്നാൽ എൻ്റെ ഗവേഷണം നിങ്ങളെക്കുറിച്ചാണ് താനും. അപ്പോൾ ഈ ഗവേഷണത്തിൻ്റെ മൊത്തം രീതിയിൽ ആരെയാണ് കാണാൻ പറ്റുക? നിങ്ങളെ കാണുമോ എന്നെ കാണുമോ അല്ലേ? ഉടനീളം ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിൽ നിന്ന് തുടങ്ങി എന്നിൽ അവസാനിക്കുന്ന ഒരു ഗവേഷണം. എൻ്റെ പലതരത്തിലുള്ള കൾച്ചറൽ ഫിൽറ്റർ, ഞാൻ സവർണയായിരിക്കും, ഞാനൊരു എന്താ പറയുക, ഉപരിവർഗത്തിൽ നിന്നുള്ളവരായിരിക്കും, ഇങ്ങനെ പലതരം സാംസ്കാരിക ഫിൽറ്ററുകളിലൂടെ എൻ്റെ തലയിലൂടെ കടന്നുകൊണ്ട് തന്നെയാണ് ഈ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത്. ഇത് വസ്തുനിഷ്ഠമേ ഇല്ല, തികച്ചും ആത്മനിഷ്ഠമായിട്ടുള്ള അറിവുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്ന അറിവുകൾ ഏത് തരത്തിലുള്ള അറിവുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇതിൽ നിന്നുള്ള ഒരു വിട്ടുപോക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിൽപ്പ് സ്ഥാനത്തിൽ നിന്ന് നമുക്ക് ആ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നോക്കിക്കാണാൻ പറ്റുന്നുണ്ടോ? കുറേ കൂടി ജീവിതങ്ങളെ ഉൾക്കൊള്ളുന്ന തരത്തിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് എന്നൊക്കെ പറയും. ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ഉൾക്കൊള്ളുന്ന, ജീവിതങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അടയാളപ്പെടുത്താൻ പറ്റുന്ന വിജ്ഞാനങ്ങളാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? ഇതില്ലെങ്കിൽ സാമ്പ്രദായിക ചരിത്രത്തിൽ ഇവരാരുമില്ല തന്നെ. ഉൾക്കൊള്ളാൻ പറ്റാത്തതും ഈ രീതിശാസ്ത്രത്തിൻ്റെ ബലപ്രയോഗം കൊണ്ടും വസ്തുനിഷ്ഠതയുടെ നിഷ്കർഷ കൊണ്ടും പറ്റില്ല പോയിക്കോളൂ, ഇതൊന്നും ഇവിടെ പറയേണ്ടതല്ല എന്നുള്ള ആട്ടിപ്പുറത്താക്കലുകൾ ഉള്ളത് കൊണ്ടുമാണ് ഇതിനകത്തേക്ക് കയറി വരാൻ പറ്റാത്തത്. ഇതിൽ നിന്നുള്ള ഒരു മാറ്റി ചവിട്ടൽ എന്ന് പറയുന്നത് രീതിശാസ്ത്രത്തിലായാലും നമ്മൾ കാണുന്ന കാഴ്ചയിലായാലും നമ്മുടെ പരിപ്രേക്ഷ്യത്തിലായാലും നമ്മൾ എങ്ങനെയാണ് ഗവേഷണത്തെ സമീപിക്കുന്നത് എന്നുള്ള അത്രയും ചെറിയ കാര്യങ്ങളിൽ പോലും അധികാരത്തെക്കുറിച്ച്, അറിവും അധികാരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, അറിവുൽപാദനത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഈ അധികാര ബന്ധങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ചെറു അറിവ് പോലും പൊതുബോധത്തിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ നമ്മൾ ആ അറിവ് ഉൽപ്പാദനത്തിന് ഉത്തരവാദികളാണ്. നമ്മൾ എങ്ങനെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്? നീതിയുടെ പക്ഷത്ത് നിന്നാണോ, ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണോ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ടിട്ടുള്ള സാമൂഹിക വിഭാഗങ്ങളെ കാണുമ്പോൾ അയ്യോ കഷ്ടം അല്ലേ, പാവം സ്ത്രീകൾ, പാവം ദളിതർ, പാവം ആദിവാസികൾ, ഭയങ്കര കഷ്ടമാണല്ലേ, നമ്മുടെ സഹതാപത്തിൻ്റെ ഒരു മേഖലയിലാണ് നമ്മൾ ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ട സ്വത്വങ്ങളെയൊക്കെ കാണുന്നത്. ഈ അയ്യോ കഷ്ടത്തിൽ നിന്ന്, അതുകൊണ്ടാണ് ഞാൻ ഈ അഭാവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ പോലും ഇഷ്ടമില്ലാത്ത ഈ അയ്യോയിൽ നിന്ന്, അയ്യോ അല്ലെങ്കിൽ അയ്യേ ആണല്ലേ, ഈ അയ്യയിലും നിൽക്കാത്ത തരത്തിലുള്ള, മാധവൻ നേരത്തെ പറഞ്ഞ പോലെ കർത്തൃത്വങ്ങളുള്ള അല്ലേ, ഏതടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗത്തിനും കർത്തൃത്വങ്ങളുണ്ട്. അതില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ളൊരു നിലപാടാണ്. ഓരോ കർത്തൃത്വങ്ങളെയും നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ ഇല്ലേ? കാരണം ഒരുപക്ഷെ ഇത്രയും പുരുഷാധിപത്യ നിറഞ്ഞിട്ടുള്ള ഒരു സമൂഹം, കേരളം പോലുള്ളൊരു സമൂഹത്തിൽ എല്ലാ സ്ത്രീകളും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. കാരണം ഇത്രയും ഒപ്രസീവായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ അകത്തും ഒരു വ്യവസ്ഥയ്ക്കകത്തും നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇടങ്ങൾ കണ്ടെത്തുന്നുണ്ട്, നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, സ്ട്രക്ചേഴ്സുമായിട്ട് നമ്മൾ നിരന്തരം നെഗോഷിയേറ്റ് ചെയ്ത് അതിനിടയിൽ കൂടിയുള്ള വിടവുകളും കർത്തൃത്വങ്ങളും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം കർത്തൃത്വങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഈ അയ്യോയിലും അയ്യയിൽ നിന്നും വിട്ടുകൊണ്ട് ഈ കർത്തൃത്വങ്ങളെ അടയാളപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള ചരിത്രങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മുകളിൽ നിന്ന് താഴോട്ടേക്കാണോ കാഴ്ച, അതോ ഹൊറിസോണ്ടലായിട്ട് ഒന്നിച്ചുകൂടി അല്ലെ, ഞാനാണ് എൻ്റെ ഫീൽഡിൽ ഏറ്റവും ചെറുത്, ഞാൻ അറിയാനാണ് പോകുന്നതെങ്കിൽ അങ്ങനെ തോളോട് തോൾ ചേർന്ന് കൊണ്ടുള്ള ഒരു അറിവുൽപാദനം നമുക്ക് സാധ്യമാണോ എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ഈ നിൽപ്പ് സ്ഥാനത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ രീതിശാസ്ത്രത്തിൽ തന്നെ നമ്മളിപ്പോൾ നിൽപ്പ് സ്ഥാനത്തിൽ നിന്ന് ഓരോ സ്വത്വങ്ങളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്
പറഞ്ഞില്ല, സ്ത്രീയുടെ സ്വത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ ആദിവാസിയുടെ പക്ഷത്തു നിന്ന്, ദളിതരുടെ പക്ഷത്തു നിന്ന്, അങ്ങനെ സ്വത്വത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും നമ്മൾ അതിന് ഒരു പടി കൂടി കൊണ്ടുപോയി നമ്മൾ അന്തർസ്വത്വാവസ്ഥ അല്ലെ, ഞാൻ ദളിതാണ്, ഞാൻ സ്ത്രീയാണ്, പക്ഷെ ഞാൻ ദളിതാണ്, ഞാനൊരു ലെസ്ബിയനാണ്, ഞാൻ കുടിയൊഴിപ്പിക്കപ്പെട്ടവളാണ്, ഞാൻ പാലസ്തീനിയാണ് ഇല്ലേ, അങ്ങനെ ഒരു പക്ഷേ അടരടരായി നിൽക്കുന്ന പലതരത്തിലുള്ള ഒപ്രഷൻ്റെയും അടിച്ചമർത്തലുകളുടെയും സ്ഥാനങ്ങൾ എൻ്റെ ശരീരത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പം സ്ത്രീ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ, ഏത് സ്ത്രീ, സവർണ സ്ത്രീയാണോ ദളിത് സ്ത്രീയാണോ, അതോ സവർണ അല്ലെങ്കിൽ ദളിത് സ്ത്രീയാണ് പക്ഷെ ലെസ്ബിയൻ അല്ല അല്ലേ. അപ്പം ഇങ്ങനെ അടരടരായി നിൽക്കുന്ന എവിടെയാണ് ഈ പലതരം അടിച്ചമർത്തലുകളുടെയും സ്വത്വസ്ഥാനങ്ങൾ കൂടിച്ചേരുന്നതെന്ന് വെച്ചാൽ അത്തരം ഒരു അന്തർസ്വത്വാവസ്ഥയെ കൂടി നമ്മൾ കാണേണ്ടതും ഉൾക്കൊള്ളേണ്ടതും അടയാളപ്പെടുത്തേണ്ടതും ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഈ വിജ്ഞാനങ്ങളെ തന്നെ പുതുക്കി പണിയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ് പറയുന്നത്. കേരള ചരിത്രത്തെക്കുറിച്ച് ഒരല്പം കൂടി പറഞ്ഞു ഞാൻ നിർത്താം, സമയമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരള ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്തരം ഉൾക്കൊള്ളൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 30 കൊല്ലത്തെ ചരിത്രം മാത്രമേ കേരള ചരിത്രത്തിൽ ഇത്തരം ഉൾക്കൊള്ളൽ ശേഷിയുള്ളതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. സ്ത്രീകളെക്കുറിച്ച് എഴുതുമ്പോഴാണെങ്കിൽ ഒരുപക്ഷെ സംഘകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ മണിപ്രവാള കാലത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ, ദളിതരെക്കുറിച്ച് എഴുതുന്ന ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മാധവനായിരിക്കും ആദ്യം ഒരു ചരിത്രത്തിൻ്റെ ഗവേഷണ തീസിസിൽ എങ്ങനെയാണ് ദളിതരുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത് നോക്കി അത്രയും വൈകിയാണ് നമുക്ക് ഈ അന്വേഷണങ്ങൾ പോലും ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അത്ര പ്രായമേ ആയിട്ടുള്ളൂ ഈ പുതിയ അന്വേഷണങ്ങൾക്ക് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരും. നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് രാഷ്ട്രീയ ചരിത്രം മാത്രം, രാജാവും രാജവംശവും രാജാവ് ചെയ്ത കാര്യങ്ങൾ. അതിൽ നിന്ന് വിട്ടുകൊണ്ട് പലതരത്തിലുള്ള വിഷയങ്ങൾ, ഒരുപക്ഷെ ലൈംഗികത ഒരു വിഷയമാവാം, ഭക്ഷണം ഒരു വിഷയമാവാം, ഉറക്കം പോലെയുള്ള വിഷയമാവാം, അതല്ലെങ്കിൽ വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളതിന് സോഷ്യൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ പറയും അല്ലെ. ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, പക്ഷെ ഒരു വീടിനെ വീടായി നിർത്താൻ വേണ്ടി സ്ത്രീകൾ ചെയ്യുന്ന പലതരത്തിലുള്ള പ്രവൃത്തികൾ, കുട്ടികളെ നോക്കുക, വയസ്സായവരെ നോക്കുക, ഭക്ഷണം പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, ഇതൊന്നും തന്നെ ചരിത്രത്തിൻ്റെ വിജ്ഞാനീയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ അകം ലോകങ്ങളെ കാണണ്ട എന്ന് തീരുമാനിച്ചവരാണ്. നമ്മൾ പുറം ലോകം മാത്രം മതി, പുരുഷൻ മാത്രം മതി, യുക്തി മാത്രം മതി, വൈകാരികത വേണ്ട, വസ്തുനിഷ്ഠത മാത്രം മതി, ആത്മനിഷ്ഠം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിഷ്കർഷിച്ചപ്പോൾ തന്നെ ഇവരൊക്കെയും തന്നെ പുറത്തായി പോയത്. അപ്പോൾ പുതിയ തരത്തിലുള്ള ആശയങ്ങൾ, ലൈംഗികതയായാലും ഉറക്കമായാലും ഭക്ഷണമായാലും വീട്ടകങ്ങളിൽ നടക്കുന്ന പ്രവൃത്തികളായാലും ഇത്തരം പുതിയ പുതിയ വിഷയങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോഴാണ് സാധ്യത ഉണ്ടാവുക എന്നുള്ളത് എന്ന് പറയുന്നു. അവസാനത്തെ ഒരു കാര്യം, എൻ്റെ ഗവേഷണം ലൈംഗികതയെക്കുറിച്ചായിരുന്നു. കേരളത്തിൻ്റെ ഒരു ലൈംഗിക ചരിത്രം എന്നുള്ളതായിരുന്നു. സ്മാർത്ഥ വിചാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം ഈ അടുത്തതായിട്ട് ചെറായി രാംദാസ് ഈ താത്രി, കുറിയെടുത്ത് താത്രി എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങി. അതിൽ എനിക്ക് തോന്നുന്നു ഒരു പാരഗ്രാഫ് എങ്ങാണ്ട് എനിക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞു, കർത്തൃത്വങ്ങളെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഉമാചക്രവർത്തി പ്രാചീന ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴും ഈ മനുസ്മൃതിയിലും അർത്ഥശാസ്ത്രത്തിലും ഒക്കെ സ്ത്രീകളുടെ നേരെ ഉണ്ടായിരുന്ന കഠിനമായ നിയന്ത്രണങ്ങൾ, ഭർത്താവല്ലാത്ത പുരുഷനുമായിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീയെ തല മൊട്ടയടിച്ച് പട്ടിക്ക് കടിക്കാൻ ചന്തയിൽ വിടണം തുടങ്ങിയിട്ടുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള നിഷ്കർഷകളുണ്ട്. സന്ധ്യാനേരത്ത് പുറത്തിറങ്ങുന്ന സ്ത്രീകൾക്ക് ഇത്ര പണം ഫൈൻ, ഭർത്താവിന് നേരിയ ചൂരൽ കൊണ്ട് ഭാര്യയെ അടിക്കാം, ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട്, അതാണ് ഞാൻ പറയുന്നത്, വ്യവസ്ഥാപിതമായി നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അർത്ഥശാസ്ത്രത്തിലും മനുസ്മൃതിയിലും ധർമ്മശാസ്ത്രങ്ങളിലും ജാതകങ്ങളിൽ വരെ, അല്ലേ നമ്മൾ വിചാരിക്കും ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ വ്യത്യസ്തമാണ്, ജാതകങ്ങളിൽ വരെ നിരന്തരം പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ പരാമർശങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ അയ്യോ കഷ്ടം, ഈ പ്രാചീന കാലത്ത് സ്ത്രീയുടെ കാര്യം മഹാകഷ്ടമാണല്ലോ എന്നല്ല വിചാരിക്കേണ്ടത്. ഉമാചക്രവർത്തി പറയുന്നുണ്ട്, എന്തിനായിരിക്കണം ഈ നിയന്ത്രണങ്ങൾ, എന്തായിരിക്കും ഇതിൻ്റെ കാരണം? സ്ത്രീകൾ നിരന്തരം ഈ നിയന്ത്രണങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ അതിർ ലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് വീണ്ടും വീണ്ടും അവരുടെ മേലെ ഈ ശിക്ഷ, ആ ശിക്ഷ, അങ്ങനെയാവട്ടെ ഇങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ആശയം വളരെ പ്രധാനമാണ്. ഏത് അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ അകത്തും അതിർ ലംഘനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നുള്ളതാണ്. അധികാരത്തിൻ്റെ വലിയൊരു വ്യവസ്ഥ ഉണ്ടാവുമ്പോഴും അതിനകത്ത് നിന്നും അതിർ ലംഘനങ്ങളും ഇടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളുണ്ട്. അത്തരം കർത്തൃത്വങ്ങളെ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. കുറിയെടുത്ത് താത്രിയെ ഞാൻ നോക്കിയപ്പം 64 പുരുഷന്മാരെ കണ്ടപ്പോൾ ആദ്യത്തെ ഒന്നല്ലാതെ മറ്റെല്ലാം തന്നെ പല പല കാരണങ്ങൾ കൊണ്ടാണ്. ബാർഗെയിനിങ് വേണ്ടിയിട്ട്, ഇത് വേണമെന്ന് പറയുന്നതിന്, അത് വേണമെന്ന് പറയുന്നതിന്, വലിയ രീതിയിലുള്ള
കലാബോധത്തിൽ നിന്നുകൊണ്ട് കാവുങ്കൽ ശങ്കരപ്പണി. അപ്പം എനിക്ക് എന്തായാലും അയ്യോ എന്ന് പറയുന്ന ഒരു താത്രിയെ കാണാനേ പറ്റിയില്ല എന്നുള്ളതാണ്. ആ വളരെ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നൊക്കെയാണ് അന്തർജനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ മഹാനരകം നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ നിയമങ്ങളെ അതിർലംഘിച്ചുകൊണ്ട് നിരന്തരം സ്വന്തം ഇടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ത്രീയെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് ചെറായി രാംദാസിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്ത് സദാചാര ബോധത്തിൽ നിന്നാണ് എൻ്റെ ഗവേഷണം വന്നത് എന്നൊക്കെ ചോദിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ വേറെ യാതൊരു രണ്ടഭിപ്രായവുമില്ല. എനിക്ക് യാതൊരു സംശയവും ഇതിനകത്തില്ല. കാരണം കർത്തൃത്വങ്ങൾ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളത്. അത് ആരുടെ ആയാലും, സ്ത്രീ ആയാലും, ദളിതായാലും, ആദിവാസി ആയാലും, പല ലിംഗ ലൈംഗിക സ്വത്വങ്ങളായാലും, ഡിസേബിൾഡ് വ്യക്തികളായാലും ആരായാലും ശരി, കർത്തൃത്വങ്ങൾ തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത്. അത്തരം കർത്തൃത്വങ്ങൾക്കാണ് വാസ്തവത്തിൽ ഇനി അങ്ങോട്ടുള്ള സമരങ്ങൾക്കുള്ള ഊർജ്ജങ്ങൾ, മാറ്റത്തിനുള്ള ഊർജ്ജങ്ങൾ, നീതിക്കുള്ള സാധ്യതകൾ ഉയർത്താൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പഠനങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്, കുറവാണെങ്കിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സന്തോഷമുണ്ട്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം എന്നോട് ആദ്യം ചോദിക്കുകയുണ്ടായി, ക്വിയർ ഹിസ്റ്ററീസ് എവിടെയാണ്? കേരളത്തിൻ്റെ പല ലിംഗലൈംഗിക സ്വത്വങ്ങളുടെ ചരിത്രം നമ്മൾ എവിടെ നിന്നാണ് പെറുക്കിയെടുക്കുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് സാധ്യതകളെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു പുസ്തകം ഇന്ത്യയിൽ ഇവിടെ ഒരു ചരിത്രം എന്നുള്ള നിലയ്ക്ക് റൂത്ത് വനിതയും സലീം കിദ്വായും കൊണ്ടുവന്നിട്ടുള്ള സെയിം സെക്സ് ലവ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പുസ്തകം, പുരാണങ്ങൾ തൊട്ടിങ്ങ് ഗാന്ധി വരെ എങ്ങനെയാണ് സ്ത്രീ പുരുഷ മാനകരതിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത പല ലിംഗ ലൈംഗിക സ്വത്വങ്ങളുടെയും ജീവിതം എന്ന് പെറുക്കിയെടുക്കാനുള്ള ഒരു ശ്രമം. വലിയൊരു പുസ്തകമാണത്. ഒരു പുസ്തകം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം നമ്മൾ അധികം ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അയ്യപ്പനെക്കുറിച്ച് മുരളി മാഷ്ട ഒരു ലേഖനമുണ്ട്. അതല്ലാതെ വലിയ രീതിയിലുള്ള പഠനങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് എനിക്ക് തോന്നുന്നു. ഉൾക്കൊള്ളൽ ഇനിയും നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോഴും പലരുടെയും ചരിത്രങ്ങളെ നമുക്ക് ചരിത്രത്തിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും പലരും പുറത്ത് നിൽക്കുക തന്നെയാണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കൂട്ടായി നമുക്ക് ആലോചിക്കാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ കേട്ടതിന് ഒരുപാട് നന്ദി. പാനൽ ചർച്ചയിലെ വിടവ് കണ്ടിട്ട് ആ വിടവൊന്ന് നികത്താൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ഇപ്പം കേരള ചരിത്രത്തിലെ മൗനങ്ങളും വിടവുകളും എന്തൊക്കെ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ KS മാധവനും KM ഷീബയും വളരെ ഭംഗിയായി പണ്ഡിതോചിതമായി നമ്മുടെ ചരിത്ര നിർമ്മിതിയിൽ വിട്ടുപോയ കണ്ണികളെപ്പറ്റി വളരെ വിശദീകരിച്ച് തന്നെ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. ഇവിടെ വാസ്തവത്തിൽ ഈ ദളിത് വിഭാഗങ്ങളുടെയും അതുപോലെ അടിച്ചമർത്തപ്പെട്ട മറ്റു വിഭാഗങ്ങളുടെയും ചരിത്രം രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് എന്തുകൊണ്ട് എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു വസ്തുത, ഈ ചരിത്രം എഴുതുന്നവർ ആരുടെ ചരിത്രമാണോ എഴുതുന്നത് ആ വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്ന ആളാണെങ്കിൽ മാത്രമേ ചരിത്ര നിർമ്മിതി വിശ്വാസ്യവും പൂർണ്ണവുമാവുകയുള്ളൂ എന്നാണ്. ഇവിടെ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രം അത്രയും ആണധികാരത്തിൻ്റെ പിൻബലത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ഈ അധികാരം എവിടെയായാലും അത് പുരുഷൻ്റെ കൈവശമാണ്. ഇപ്പോൾ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അതിനൊക്കെ മാറ്റം വന്നില്ല എന്ന് ചോദിച്ചാൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. രാഷ്ട്രത്തിൻ്റെ തലപ്പത്തായാലും ശരി, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിലായാലും ശരി, എപ്പോഴും അതിൻ്റെ തലപ്പത്ത് ഒരു ആൺകോയ്മ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരെഴുതുന്ന ചരിത്രത്തിൽ അവരുടെ ആ ജൈത്രയാത്രകളും പടയോട്ടങ്ങളും മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ സവർണ വിഭാഗത്തിൽ നിന്നാണ് അധിക ചരിത്രകാരന്മാരും ഉണ്ടായത് എന്നതുകൊണ്ടാണ് ഇവിടുത്തെ ചരിത്രം അത്രയും സവർണ വിഭാഗത്തിൻ്റെ പ്രകീർത്തനങ്ങളായി മാറിപ്പോയത്. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നു. KS മാധവനൊക്കെ സംസാരിച്ചപ്പോൾ നമുക്കത് മനസ്സിലായി. ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന പുതിയ ചരിത്രകാരന്മാർ, ബുദ്ധിജീവികളായ പുതിയ യുവാക്കൾ അവരുടെ ചരിത്രത്തെപ്പറ്റി വളരെ ഗൗരവമേറിയ അന്വേഷണങ്ങളും രേഖപ്പെടുത്തലുകളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഈ കേരള ചരിത്രത്തിൽ സംഭവിച്ചു പോയ ഇത്തരം വിടവുകളെപ്പറ്റി നമ്മൾ ദുഃഖിക്കേണ്ടി വരില്ല എന്നാണ് കരുതേണ്ടിയിരിക്കുന്നത്. ഷീബയെപ്പോലുള്ള ചരിത്രകാരികൾ നമ്മുടെ ഇവിടെ അടിച്ചമർത്തപ്പെട്ട ആ ഒരു സ്ത്രീ സ്വത്വത്തിൻ്റെ ദൈന്യതകളെപ്പറ്റിയും
അതിനെ അതിക്രമിക്കുന്നതിനുള്ള അവരുടെ ശേഷിയെപ്പറ്റിയുമൊക്കെ ഇനി എഴുതേണ്ടിയിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ നമ്മുടെ വനിതകൾക്ക് ചില സംവരണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലേക്കും വ്യാപിക്കാനിടയുണ്ട് എന്നിരിക്കലും അവിടെ അത്തരം കസേരകളിൽ എത്തിച്ചേർന്ന ആളുകളും എന്താണ് ചെയ്യുന്നത്? ആണധികാരം അവശേഷിപ്പിച്ച ആ ഒരു അധികാര വിനിയോഗത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് അവർക്ക് മോചനം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുതന്നെയാണ് നമ്മുടെ ഇവിടെ രാജാക്കന്മാർ മാത്രമല്ല, രാജ്ഞിമാരും ഭരിച്ചിട്ടുണ്ടല്ലോ. അവിടെ രാജ്ഞിമാർ ഭരിച്ച കാലഘട്ടത്തിലും ആ രാജ്യത്തെ വനിതകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ സംരക്ഷണമോ പ്രത്യേകമായ സുവ്യവസ്ഥിതിയോ ഉണ്ടായതായി നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം ആണധികാരം നിശ്ചയിച്ച ആ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് അധികാര വിനിയോഗം അന്ന് സാധ്യമാകുമായിരുന്നുള്ളൂ എന്നതാണ്. ഇനി അതിനെ മറികടന്ന് പുതിയൊരു കാലഘട്ടം രൂപം കൊള്ളുകയും പുതിയ ഒരു ചരിത്ര നിർമ്മിതി ഇവിടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലെ ഈ ഭേദവിഭേദ ചിന്തകൾ കൊണ്ട് നമ്മുടെ ചരിത്ര നിർമ്മിതി വികലമായി പോയതിൻ്റെ പശ്ചാത്തലം നമ്മൾ ആലോചിക്കുമ്പോൾ അങ്ങനെ ഭേദവിഭേദ ചിന്തകളൊന്നും ഉണ്ടാകരുത് എന്ന് നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞ ആളുകളെ വിസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ കേരള ചരിത്രം എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന വസ്തുത കൂടി ഓർമ്മിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ദളിതരെന്നോ സവർണരെന്നോ ഉള്ള ഭേദമില്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ഭേദമില്ല, ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഉള്ള ഭേദമില്ല, എല്ലാവരും തുല്യരാണ് എന്ന് നമ്മുടെ സാർവമാനവിക സമത്വത്തെപ്പറ്റി കേരള ചരിത്രത്തിൽ എന്നല്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സംസാരിച്ചത് 1599 നമ്മുടെ എറണാകുളത്തിന് സമീപമുള്ള ഉദയംപേരൂരിൽ നടന്ന ഒരു സൂനകദോസാണ്. അതിനെ ഒരു മതസമ്മേളനം എന്നുള്ള നിലയിൽ ചരിത്രകാരന്മാർ മാറ്റി നിർത്തിയതുകൊണ്ട് ആ മതസമ്മേളനം അഭിസംബോധന ചെയ്ത കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെപ്പറ്റി അവർ ശ്രദ്ധിക്കാതെ പോയി എന്നതാണ്. അതിലെ ഒരു പ്രഖ്യാപനം തന്നെ നല്ല കൊലമെന്നും തന്യകൊലം എന്നുമില്ല, അച്ഛനും ചെക്കനും ഇല്ല, എളിയവനും പെരിയവനുമില്ല, എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും തുല്യരാണ് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച ഒരു സൂനഹദോസ്, അതിനെ എങ്ങനെയാണ് വെറും ഒരു മതസമ്മേളനം എന്ന് പറഞ്ഞ് നമുക്ക് നിരാകരിക്കാൻ കഴിയുക? അവിടെ അതുമാത്രമല്ല, തീണ്ടലും തൊടിയിലും പാടില്ല, തൊട്ടെ അശുദ്ധമായാൽ തീണ്ടിക്കുളി ആവശ്യമില്ല, അശുദ്ധി ഉണ്ടായാൽ ആ അശുദ്ധി മാറ്റാൻ വേണ്ടി ക്രിസ്ത്യാനികൾ എണ്ണ തൊട്ട് കൊടുത്ത് അതിനെ ശുദ്ധമാക്കുന്ന ആ പ്രക്രിയ അത് പാടില്ല. എല്ലാവരെയും തുല്യരായി കാണണം. ഇവിടെ ഈ മന്ത്രവാദങ്ങൾ, അതുപോലെയുള്ള പ്രാകൃതമായ ചികിത്സാ രീതികൾ അതൊന്നും ഇവിടെ ആവശ്യമില്ല. ശാസ്ത്രീയമായ ചികിത്സാ വിധികളാണ് രോഗം വന്നാൽ സ്വീകരിക്കേണ്ടത്. അല്ലാതെ മന്ത്രിച്ച് കെട്ടലും തുള്ളിക്കലും പാടിക്കലും ഒന്നും അല്ല വേണ്ടത്. കുറ്റം തെളിയിക്കാൻ വേണ്ടി തിളച്ച എണ്ണയിൽ കൈമുക്കുക, മുതലകളും ചീങ്കണ്ണികളുമുള്ള വെള്ളത്തിൽ നീന്തിക്കുക, ചുട്ടുപഴുത്ത ഇരുമ്പിൻ്റെ കഷണം കയ്യിൽ പിടിപ്പിക്കുക തുടങ്ങിയ പ്രാകൃത രീതികളെ ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടതും ഇതേ സൂനകദോസാണ്. അതോടൊപ്പം സ്ത്രീ പുരുഷ സമത്വത്തെപ്പറ്റി ആദ്യമായി സംസാരിച്ചതും ഇതേ സൂനകദോസാണ് എന്ന് ഓർമ്മിക്കണം. കുടുംബത്തിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സ്ഥാനം തുല്യമാണ്. അതുപോലെ സാമ്പത്തിക ക്രമത്തെപ്പറ്റി കാരണവന്മാരുടെ സ്വത്തിനും കടത്തിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യമായ അവകാശമുണ്ട് എന്നാദ്യമായി പ്രഖ്യാപിച്ചത് ഈ സൂനകദോസാണ്. ശൈശവ വിവാഹം സാധാരണമായിരുന്ന ആ കാലഘട്ടത്തിൽ പെൺകുട്ടിക്ക് 12 വയസ്സും ആൺകുട്ടിക്ക് 15 വയസ്സും പ്രായമായതിനു ശേഷം മാത്രമേ വിവാഹം പാടുള്ളൂ എന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി വിവാഹത്തിന് കുറഞ്ഞ പ്രായം നിശ്ചയിച്ചതും ഈ സൂനകദോസാണ്. അപ്പം ഇത്തരത്തിൽ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന അന്നത്തെ പ്രാകൃതമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ വളരെ
നിർദ്ദയം നിരാകരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഉദയംപേരൂർ സൂനകദോസ് എന്ന് പറയുന്നത്. അതിൻ്റെ 9ാമത്തെ ദിവസത്തെ കാനോനുകൾ വായിച്ചു നോക്കിയാൽ ഈ വസ്തുതകളെല്ലാം അതിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. എന്ന് മാത്രമല്ല, കേരളത്തിൽ മലയാള ഭാഷയെപ്പറ്റി ആദ്യമായി സംസാരിക്കുന്നത് ഈ ഉദയംപേരൂർ സൂനകദോസിൻ്റെ കാനോനയിലാണ്. എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യർ പ്രാർത്ഥിക്കുന്നത് അവർക്കാർക്കും അറിഞ്ഞുകൂടാത്ത ഭാഷയിലായിരിക്കരുത്, അവരുടെ മാതൃഭാഷയിലായിരിക്കണം. ആരാധനാ ഗ്രന്ഥങ്ങളും പ്രാർത്ഥനാ ഗ്രന്ഥങ്ങളുമൊക്കെ മലയാളത്തിൽ തന്നെ ഉണ്ടാകണം എന്ന് മാതൃഭാഷയുടെ പ്രാമുഖ്യത്തെപ്പറ്റി ആദ്യമായി സംസാരിക്കുന്നതും ഈ സൂനകദോസാണ് എന്ന വസ്തുത എനിക്ക് അത് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുപോലെ മലയാള സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ ലക്ഷണമൊത്ത ആദ്യത്തെ ഗദ്യം രൂപം കൊള്ളുന്നത് ഈ സൂനകദോസ് കാനോനകളുടെ മലയാള വിവർത്തനത്തിലാണ്. അത് കേരളീയരായ വൈദികർ പോർട്ടുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ട കാനോനകൾ അന്നത്തെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മലയാളത്തിൽ ആദ്യമായി ഗദ്യ സാഹിത്യം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഇങ്ങനെ ചില പ്രത്യേകതകളുള്ള ഒരു ചരിത്ര സംഭവത്തെ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുക്കാതെ അവഗണിച്ചു കളഞ്ഞത് കേരള ചരിത്ര നിർമ്മിതിയിലുണ്ടായ വലിയ ഒരു മൗനമാണ്, അല്ലെങ്കിൽ വലിയ ഒരു വിടവാണ്. അതിനെ മുഖ്യധാരാ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാതെ എന്തുകൊണ്ടാണ് നമ്മുടെ സവർണ ചരിത്രകാരന്മാർ, ആസ്ഥാന ചരിത്രകാരന്മാർ അവഗണിച്ചു കളഞ്ഞത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനകത്ത് മതപരമായ ഒരു സ്വാധീനവും ആ നിർദ്ദേശങ്ങളിലോ തീരുമാനങ്ങളിലോ കാണാനില്ല. അത് വേറെ കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കാര്യം കൂടി വേണമെങ്കിൽ സൂചിപ്പിക്കാം. ഈ കേരളത്തിൽ കല്ല് വെട്ടി പണിതും തടി അറുത്ത് പണിതും കെട്ടിടങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയത് എന്നാണ്? വളരെ പ്രാചീന കാലം മുതലേ ഉണ്ടാക്കി തുടങ്ങിയെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അന്വേഷണത്തിൽ അത് ആരംഭിക്കുന്നത് പോർട്ടുഗീസുകാർ ഇവിടെ വന്നതിന് ശേഷമാണ്. 1498 മുതൽ 1661 വരെയുള്ള 1.5 നൂറ്റാണ്ട് കാലം ഇവിടെയുണ്ടായിരുന്ന ആ പോർട്ടുഗീസ് സാന്നിധ്യം നമ്മുടെ കേരള ജനജീവിതത്തിൻ്റെ പല മേഖലകളെയും പുതുക്കി പണിതിട്ടുണ്ട്. നമ്മുടെ ധാർമ്മിക ജീവിതത്തെ വളരെ വികലീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അതോടൊപ്പം ഇത്തരത്തിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ മേഖലകളിൽ വലിയ പരിവർത്തനങ്ങൾ, ഈ വിജാഗിരി, ചിന്തേരെ തുടങ്ങിയ വാക്കുകൾ പോലും, കെട്ടിട നിർമ്മാണത്തോട് ബന്ധപ്പെട്ട വാക്കുകൾ പോലും പോർട്ടുഗീസാണ്. വിനാഗിരി എന്നതൊരു ഭക്ഷണ പദാർത്ഥമാണെന്ന് നമുക്കറിയാം. അതിവിടെ പരിചയപ്പെടുത്തിയത് ഈ വിദേശികളാണ്. അവരുടെ ഭാഷയിലാണ്, പോർട്ടുഗീസ് വാക്കാണ് വിനാഗിരി എന്ന് പറയുന്നത്. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ, ഇപ്പോൾ അയണിങ്, ഷർട്ട് ഒക്കെ അയൺ ചെയ്ത് ധരിക്കുന്ന രീതി ഇൻട്രൊഡ്യൂസ് ചെയ്തതും അവരാണ്. നമ്മുടെ ബേക്കറികളെ, ഭക്ഷണ പദാർത്ഥങ്ങൾ ബേക്ക് ചെയ്ത് ഉപയോഗിക്കുന്ന ടെക്നോളജി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഇതേ വിദേശ ശക്തികളാണ്. നമ്മുടെ ബ്രിട്ടീഷ് വിദേശ ശക്തി ഇന്ത്യയുടെ ജനജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങളെപ്പറ്റി നമ്മൾ ഇപ്പോൾ അങ്ങനെ വലിയ വെറുപ്പോടെയൊന്നും സംസാരിക്കാറില്ല. വളരെ ആദരവോടുകൂടി തന്നെ അതിനെ കാണുന്നുണ്ട്. വിദേശ ശക്തികളുടെ ഇത്തരത്തിലുള്ള സംഭാവനകളെ നമ്മൾ അവഗണിച്ച് കളയേണ്ട കാര്യമില്ല. അത് നമ്മളിങ്ങോട്ട് സ്വീകരിച്ചതാണെന്നും നമ്മുടെ ജനജീവിതത്തെ ഒരു പ്രാകൃതമായ അല്ലെങ്കിൽ അപരിഷ്കൃതമായ അവസ്ഥയിൽ നിന്ന് ഒരു വികസിത മേഖലയിലേക്ക് നയിച്ച പ്രതിഭാസങ്ങളായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളാണ് വരാതെ പോയതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ കേരളത്തെ ഭ്രാന്താലയമെന്ന്, മലബാറിനെയാണ്, ഈ മലബാറുകാരെ ഭ്രാന്തന്മാരാണ്, അവരുടെ ഭവനങ്ങൾ ഭ്രാന്താലയങ്ങളും എന്ന് 1896 അദ്ദേഹം നമ്മളെ ആക്ഷേപിച്ച് സംസാരിക്കാൻ ഇടയാക്കിയത് ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഇവിടെ പ്രബലമായിരുന്നതുകൊണ്ടാണ്. കൊടുങ്ങല്ലൂരിൽ കേരളത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് മുമ്പിൽ ആലിൻ്റെ ചുവട്ടിലിരുന്ന വിവേകാനന്ദ സ്വാമികളെ കാഷായ വസ്ത്രധാരിയായ ഈ സന്യാസിയെ കണ്ടിട്ട് അന്നത്തെ രീതി അനുസരിച്ച് ഈ സന്യാസിയുടെ അടുത്ത് നിന്ന് കുമ്പിടുകയും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങുകയും അദ്ദേഹത്തിന് ഭക്ഷണപാനീയങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അന്നത്തെ കേരള ഒരു സമൂഹത്തിൻ്റെ ഒരു സാമാന്യ മര്യാദയായിരുന്നു. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രാധികാരികൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജാതി എന്താണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ജാതി എന്താണെന്ന് പറയാൻ തയ്യാറായില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ കയറാനോ അദ്ദേഹത്തിന് നാടിൻ്റെ ആതിഥ്യം അനുഭവിക്കാനോ
അവർ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് വിവേകാനന്ദ സ്വാമികളുടെ ഒരു നേരിട്ടുള്ള അനുഭവം എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ ഇന്ന് നിലവിലുള്ള നമ്മൾ പഠിക്കുന്ന ചരിത്രത്തിൽ വിട്ടുപോയ ഒട്ടേറെ കണ്ണികളുണ്ട്. എല്ലാം ഒന്നും ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒട്ടേറെ കണ്ണികളുണ്ട്. ആ കണ്ണികളൊക്കെ നികത്താൻ ഇവിടെ നമ്മുടെ ഡോക്ടർ KS മാധവനെയും ഡോക്ടർ KM ഷീബയെയും പോലുള്ള പുതിയ തലമുറയുടെ പ്രതിനിധികളുണ്ട്. അവർക്കതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, കഴിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. 7 മണിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണമെന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 7 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടെ തൽക്കാലത്തേക്ക് ഈ ചർച്ചയുടെ 1-ാം ഘട്ടം അവസാനിപ്പിക്കുകയാണ്. ഇനി സരസിൽ നിന്നുള്ള സംശയങ്ങൾ ചോദിക്കലോ വിശദീകരണങ്ങളോ ആകാവുന്നതാണ്. ഞാൻ അതിന് ആളുകളെ ക്ഷണിക്കുന്നു. പക്ഷേ ഒരു സംശയം, ശൈവ വിവാഹം നിർത്തലാക്കിയത്, ശൈശവ വിവാഹം നിർത്തലാക്കിയത് എന്തോ ഒരു സഭയാന്ന് പറഞ്ഞു മാഷ് പറഞ്ഞു. അത് തിലകനാണെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. തിലകൻ അല്ല, ഇവിടെ ഞാൻ ശൈശവ വിവാഹം നിർത്തലാക്കി എന്നല്ല പറഞ്ഞത്. ശൈശവ വിവാഹം വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ അത് പാടില്ല, കുട്ടികൾക്ക് ഇത്ര പ്രായമായതിന് ശേഷം മാത്രമേ വിവാഹം പാടുള്ളൂ എന്ന് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഈ സൂനകദോസാണെന്നേ പറഞ്ഞുള്ളൂ. അത് പൊതുസമൂഹത്തിൻ്റെ നിയമമായിട്ടൊന്നും മാറിയില്ല. അത് സമൂഹത്തിലേക്ക് വ്യാപിച്ചിരുന്നുവെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KS മാധവനൊക്കെ ഉണ്ട്, പിന്നെ ശിവ ടീച്ചറുണ്ട്. നമ്മുടെ ആദിവാസി ഗോത്രവർഗക്കാരും ചാരന്മാരെയും അതുപോലെ ശബരിമല എന്ന് പറയുന്ന ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട കണ്ടൻ്റെയും കർത്തമ്മയുടെയും മകനാണെന്നൊന്നും നമ്മുടെ ഹിസ്റ്ററിയിലില്ല. അത് ആദിവാസി ഗോത്രവർഗത്തിൻ്റെ അമ്പലമാണെന്ന് ഈ കേരളത്തിൽ കാണുന്ന എല്ലാ ജൈന ബുദ്ധമത ക്ഷേത്രങ്ങളാണെന്നൊന്നും നമ്മുടെ ചരിത്രത്തിൽ ഇല്ലയെന്നാണ് എൻ്റെ അറിവ്. അതൊന്നും ആരും പറയണില്ല. ഇവിടുത്തെ സവർണ്ണ ലോബിയും പിന്നെ ആര് ഇതിൻ്റെ മൈഗ്രേഷൻ കുടിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പാർശ്വവൽക്ക് നമ്മളൊക്കെ മാറ്റി നിർത്തിയിട്ട് അതുപോലെ കുറിച്ചികൾ അവരൊക്കെ വെറും യുദ്ധത്തിൽ പടയാളികളാക്കി മാറ്റി എന്നാണ് ഇവിടുത്തെ ചരിത്രം പറയുന്നത്. ഇതൊന്നും ചരിത്രത്തിലില്ല KS. അതാണ് നമ്മുടെ ഇവിടുത്തെ സവർണ്ണ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ പൂരങ്ങളിലൊക്കെ ഈ ഇതുമ്മക്ക് കെട്ടിത്തൂക്കിയിടുന്ന കുർത്തോലയുടെ ഇടയിൽ കൂട്ടി ഒരു സാധനമുണ്ട്, പട്ടം. അതൊക്കെ ബുദ്ധമത ഭിക്ഷുക്കളെ തൂക്കി കൊന്നിട്ടുള്ള സിംബോളിക്കലാണെന്നാണ് എൻ്റെ ചെറിയ അറിവുകളൊക്കെ. ഈ സവർണ്ണ മേധാവികൾക്കെതിരായിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ രാമനൊക്കെ കൊണ്ട് നടന്ന് ഈ ചരിത്രത്തെ അട്ടിമറിച്ചുകൊണ്ട് ഈ ദ്രാവിഡ സംസ്കാരത്തിനും അതിൻ്റെ സംസ്കാരം അട്ടിമറിച്ചുകൊണ്ട് ആര്യ സംസ്കാരം കുടിയേറുകയുടെ ഭാഗമായിട്ട് ഉള്ള ഇതൊന്നും ചരിത്രത്തിലില്ല എൻ്റെ KS. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ഇതിൽ നിന്നും ഇല്ലാത്ത ഈ നമ്മൾ വെറുതെ ബാഹ്യമായിട്ട് ഈ കുറച്ച് ചരിത്രം ഈ സവർണ്ണരെ എഴുതി വെച്ച ചരിത്രം അല്ലാണ്ട് ആദിവാസികളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ ചരിത്രമൊന്നും നമ്മുടെ നാട്ടിൽ ആരും പറയണമില്ല, ഒന്നുമില്ല. ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവരുടെയാണ്. ജൈന ക്ഷേത്രമാണ് ഈ കുടമാണിക്യ ക്ഷേത്രം. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ കണ്ടറിയാം. അതൊന്നും പറയണില്ല. നിർത്തുന്നു. ശരി. നമ്മൾ സംസാരിച്ച് തന്നെ നമ്മൾ പറയുമ്പോൾ രാമൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് മറുപടി അതിലുണ്ടായിരുന്ന ആളാണ് മറുപടി പറഞ്ഞില്ല. ഇതൊന്നും പറഞ്ഞാൽ നമ്മൾ ഈ ചരിത്ര നിർമ്മിതി അല്ലെങ്കിൽ ചരിത്ര നിർമ്മാണ പ്രക്രിയ അങ്ങനെ ഒരു സവർണാവർണ്ണ ദ്വന്ദ്വത്തിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. സാമൂഹ്യശാസ്ത്ര ഞങ്ങൾ ഷീബ ടീച്ചറാണെങ്കിലും ഞാനും പറഞ്ഞതൊക്കെ ആഗോളതലത്തിൽ നടക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആധുനികമായ ചരിത്ര വിജ്ഞാന നിർമ്മിതിയുടെ ചില ഇഷ്യൂസാണ്, പ്രശ്നങ്ങളാണ് പറയാൻ ശ്രമിച്ചത്. അത് തികച്ചും സൈദ്ധാന്തികവും രീതിശാസ്ത്രപരവുമായി സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൻ്റെ അടിത്തറയിൽ തന്നെയാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. സാമൂഹ്യശാസ്ത്ര ഗവേഷണ ജ്ഞാനോൽപാദന തലത്തിൽ തന്നെ പറയാൻ ശ്രമിച്ചത്. ഇപ്പം നമ്മൾ ഈ ചരിത്രത്തിൻ്റെ നിലവിൽ എഴുതപ്പെട്ട ചരിത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊന്നും ഒരു സവർണ അവർണ ദ്വന്ദ്വത്തിൽ വിശദീകരിക്കാനോ പറയേണ്ടതോ കാര്യങ്ങളല്ല. അത് കൃത്യമായ സാമൂഹ്യശാസ്ത്ര വിശകലന രീതികളും അത് വിശദീകരിക്കാനുള്ള സങ്കല്പങ്ങളും മാതൃകളൊക്കെ ഉണ്ട്. അതിനെ കുറച്ചുകൂടി ഗൗരവമായ രീതിയിൽ അത് ഇതുവരെ പഠിക്കാത്ത വിഷയങ്ങളിൽ അന്വേഷിക്കാത്ത വിഷയങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക. അതിന് പുതിയ ഗവേഷകരും പുതിയ രീതിയിലുള്ള ആളുകളും താല്പര്യമുള്ള ആളുകളൊക്കെ രംഗത്ത് വരുമ്പോൾ കുറച്ചുകൂടി ചരിത്രത്തെ വിപുലപ്പെടുത്താനും അങ്ങനെ ചരിത്രം എന്ന് പറയുന്ന വിജ്ഞാന രൂപത്തെ കുറച്ചുകൂടി ഇൻക്ലൂസീവായ ഉൾക്കൊള്ളൽ സ്വഭാവമുള്ളതും ജനാധിപത്യ സ്വഭാവമുള്ളതുമായ ഒരു വിജ്ഞാനമാക്കി മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പല വിഷയങ്ങളും ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച ബുദ്ധജൈന സംസ്കാരം കേരളത്തിൽ
അതെന്തായിരുന്നു, അതിനെക്കുറിച്ച് കേരളത്തിൽ വേണ്ടത്ര രീതിയിൽ കേരളത്തിൽ ഒരു ബൗദ്ധ സംസ്കാരം എന്തായിരുന്നു, ജൈന സംസ്കാരം എന്തായിരുന്നു തുടങ്ങിയ കാര്യമായ പഠനങ്ങളും ഗവേഷണങ്ങളൊന്നും അക്കാദമിക് ഹിസ്റ്ററിയുടെ തലത്തിൽ ഉണ്ടായിട്ടില്ല, കാര്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. ചില അറ്റംപ്റ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഗവേഷകരും ഒക്കെ അത് ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്. അല്ലാണ്ട് ഇത് സവർണ അവർണ ദ്വന്ദ്മായിട്ടോ കുറേ ആളുകൾ ചരിത്രകാരന്മാർ ഗൂഢാലോചന നടത്തിയിട്ടത് പഠിക്കാതിരിക്കുന്നതാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ താല്പര്യങ്ങൾ മുൻനിർത്തി മാത്രം പഠിച്ചതാണെന്നോ നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നമുക്കിങ്ങനെ ഒരു അന്വേഷണത്തിൻ്റെയും ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിൻ്റെയും സാമൂഹ്യശാസ്ത്ര അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മളങ്ങനെ കാണേണ്ടതില്ല. കുറച്ചുകൂടി നമുക്ക് സാമൂഹ്യശാസ്ത്ര രീതിയിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ച് തന്നെ ചെയ്യാം. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ബൗദ്ധ ജൈന സംസ്കാരം ഇവിടെ ഉണ്ടായി വന്നത്, എങ്ങനെയാണ് അതിൻ്റെ സ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളൊക്കെ മറ്റൊരു രീതിയിലേക്കത് മാറ്റപ്പെട്ടതോ മാറിയതോ പരിവർത്തിക്കപ്പെട്ടതായ പ്രക്രിയ എന്തായിരുന്നു. ചരിത്രം അടിസ്ഥാനപരമായി പ്രക്രിയകളെ വിശദീകരിക്കുകയാണ്. നമ്മൾ കേവലം സംഭവങ്ങളെയോ കേവലം വ്യക്തികളെയോ പഠിക്കുകയല്ല, ചരിത്ര പ്രക്രിയകളെ വിശദീകരിക്കുകയാണ്. ആ വിശദീകരണത്തിന് ആവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, രീതിശാസ്ത്രങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള തെളിവ് രൂപങ്ങൾ, ഉപദാന രൂപങ്ങളെ, അത് ഇതുവരെ ഉപയോഗിച്ച ഉപദാന രൂപങ്ങളെ വിമർശനാത്മകമായി പുനഃപരിശോധിക്കുകയും ഇതുവരെ ഉപദാനങ്ങൾ അല്ലെങ്കിൽ തെളിവ് രൂപങ്ങളായി പരിഗണിക്കാത്തവയെ തെളിവ് രൂപമാക്കി മാറ്റിക്കൊണ്ട് കൂടുതൽ ഉൾക്കാഴ്ചകളും കൂടുതൽ വിശദീകരണവും നൽകുന്ന തരത്തിലേക്ക് ഒരു വിശദീകരണക്ഷമമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു രീതി. അങ്ങനെ ആ രീതി വരുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ പറഞ്ഞു ദളിതരുടെ ഹിസ്റ്ററി ദളിതരെ എഴുതേണ്ടതോ ആദിവാസി ചരിത്രം ആദിവാസി എഴുതേണ്ടതോ സ്ത്രീകളുടെ ചരിത്രം സ്ത്രീകൾ മാത്രം എഴുതേണ്ടതല്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ കുറച്ചുകൂടി അക്കാഡമിയായി ട്രെയിൻഡായി വന്നാൽ കുറച്ചുകൂടി അവരുടെ അനുഭവ ലോകത്തെ അവരുടെ അനുഭവങ്ങളെ പ്രശ്നവൽക്കരിക്കുവാനും അവരുടെ അനുഭവങ്ങളുടെ ചരിത്രാനുഭവത്തെ മുൻനിർത്തി അവർക്ക് കുറച്ചുകൂടി തെളിമയോടും വ്യക്തതയോടും ഒരു ക്രിട്ടിക്കൽ സെൽഫ് റിഫ്ലക്സി എന്ന് പറയും. ക്രിട്ടിക്കലായിട്ടുള്ള സെൽഫ് റിഫ്ലക്സി, സ്വയം പ്രതിഫലനാത്മകമായ വിമർശബോധ്യത്തോടു കൂടി തങ്ങളുടെ ചരിത്രാനുഭവത്തെ ഒരു വിജ്ഞാനമാക്കി മാറ്റാനും ആ വിജ്ഞാനത്തെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള സാമൂഹ്യപരമായ ഉൾക്കൊള്ളലിനും ജനാധിപത്യപരമായ പരിവർത്തനത്തിനും നീതിയുക്തമായൊരു സമൂഹത്തെ സൃഷ്ടിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിജ്ഞാനമാക്കി ചരിത്രത്തെ മാറ്റുക എന്നുള്ളതാണ് ഈ മനുഷ്യരുടെയൊക്കെ ആഗ്രഹങ്ങൾ. അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് അനുവർത്തിക്കേണ്ട രീതി. അല്ലാതെ നമ്മൾ പോളിമിക്കലായിട്ടോ അല്ലെങ്കിൽ ചില കാറ്റഗറീസ് മാത്രം മുൻനിർത്തി നമുക്ക് ചരിത്രത്തെ സമീപിക്കാൻ പറ്റില്ല. അത്തരം പ്രശ്നങ്ങളെ സാമൂഹ്യശാസ്ത്രപരമായി ചരിത്രപരമായി പ്രശ്നവൽക്കരിക്കുന്ന ഒരു രീതി എപ്പോഴും നല്ലതാണ്. ആ അർത്ഥത്തിൽ ആ ചോദ്യത്തെ ഞാൻ ഇങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നുകൂടി പറയുന്നു. സാറേ, കുര്യാസ് കുമ്പളക്കുഴി സാറിനോടാണ്. അപ്പോൾ നമ്മുടെ ചരിത്രത്തെ പഠിപ്പിക്കുന്ന രീതി, BA ആയാലും MA ആയാലും ക്ലാസ് സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന രീതികളിൽ ഈ പറയുന്ന സുന്നഹദോസിൻ്റെ കാര്യം 1599 സുന്നഹദോസ് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മതപരമായ വേർഷൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. ഞാൻ BAക്ക് പഠിച്ചപ്പോഴും അത് തന്നെയാണ്, ഇപ്പോൾ MAക്ക് പഠിക്കുമ്പോഴും കേരള സംസ്കാര ചരിത്രം പഠിപ്പിക്കുള്ളൂ. എന്തുകൊണ്ട് ഈ സുകുമാർ അഴീക്കോട് പറഞ്ഞ മാതിരി തന്നെ ശില കൊണ്ടുണ്ടാക്കിയ ഒരു ബസ്സാണ് സിലബസ്, ഇത് നീങ്ങുന്നില്ല. അപ്പം ഈ സിലബസിൽ ചരിത്ര പഠനങ്ങളിൽ മാറ്റം വരുത്താൻ അക്കാദമിക ബോർഡുകളില്ല. നിങ്ങളൊക്കെ അക്കാഡമീഷ്യന്മാരാണ്, അധ്യാപകരാണ്, വിവിധ ഫാക്കൽറ്റികളിലുള്ള ആളുകളാണ്, ചരിത്ര ഫാക്കൽറ്റികളിലുള്ള ആളുകളുണ്ട്. നമ്മുടെ സർവകലാശാലകളിൽ എന്തുകൊണ്ട് ഈ ഉൾച്ചേർന്ന ചരിത്ര പഠനം, ഇപ്പോൾ ഈ കുര്യാസ് കുമ്പളക്കുഴി സാറ് പറഞ്ഞ സാധനം, ഇപ്പോൾ സുന്നഹദോസിലെ 9ാം കാനോൺ, ഈ കാനോണിനെ കുറിച്ച് നമുക്ക് ഇതുവരെ ഒരു അധ്യാപകനും പറഞ്ഞു തരുന്നില്ല. കാരണം അധ്യാപകർക്ക് പറയുന്നത് നിങ്ങളത് സുന്നഹദോസ് നടന്നു എന്ന് കുട്ടികളെ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ആ പഠിപ്പിക്കുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. പക്ഷേ അതിൽ സ്ഥൂലമായിട്ട് അതിനെ പഠിപ്പിക്കാനുള്ള ഇടപെടലുകൾ അക്കാദമീഷ്യന്മാരുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാകുമ്പോഴേ ഉള്ളൂ ഈ ചരിത്രത്തിലെ വിടവുകൾ, ഇത്തരം വിടവുകൾ കുര്യാസ് കുമ്പളക്കുഴി സാർ പറഞ്ഞ വിടവുകൾ നികത്താൻ കഴിയുള്ളൂ. അതിന് കഴിയുന്നവർ കേരളത്തിലുള്ള എല്ലാ അക്കാദമിക ബോർഡുകളാണ്, അതുപോലെ തന്നെ ചരിത്രകാരന്മാരും അധ്യാപകരും ചേർന്ന അക്കാദമിക് സമൂഹമാണ്. അപ്പോൾ ആ സമൂഹം ചെയ്താൽ മാത്രമേ അത് വിദ്യാർത്ഥികൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ശേഷം വരുന്ന അടുത്ത വർഷം വരുന്ന MAക്ക് പഠിക്കുന്ന എല്ലാ കുട്ടികളും സുന്നഹദോസ് അതിപ്പോൾ BAക്ക് തന്നെ അതിനെ അറിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ 9ാം കാനോണിൽ ഇങ്ങനെ പറഞ്ഞു 12 വയസ്സായിട്ട് പെൺകുട്ടിയുടെ വിവാഹപ്രായം 15, ഇതൊക്കെ ഇതന്നെ ഉള്ളൂ. ഇത് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അറിയണത്, അല്ലെങ്കിൽ
എന്നോടൊരു അധ്യാപകനോ ഒരാളും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും എടുത്ത് സിലബസ് പരിശോധിച്ച് നോക്കാം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കാര്യം അതിന് ഞാൻ ഇത് മറുപടിയായിട്ട് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഈ സിലബസ് ക്ലാസ്സിൽ പിന്നെ അതനുസരിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഉദയംപേരൂർ സൂനകദോസ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ട് വേണം പഠിപ്പിക്കാൻ. അത് നമ്മുടെ അധ്യാപകർ ചെയ്യുന്നില്ല എന്നതാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവരിവിടുത്തെ പ്രധാനപ്പെട്ട ചരിത്രങ്ങളൊക്കെ എടുത്ത് നോക്കും. ആ ചരിത്രത്തിലൊന്നും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതൊരു മതപരമായ സമ്മേളനമാണ്, അവിടെ കൊണ്ട് തീർന്നു. അതിനപ്പുറത്ത് ഇത്തരം ചില കാര്യങ്ങളുണ്ടെന്ന് അറിയണമെങ്കിൽ ആ കാനോനുകൾ ഇന്ന് മലയാളത്തിൽ കിട്ടാനുണ്ട്. അതൊക്കെ വായിച്ചു നോക്കുകയും അതേപ്പറ്റി സ്വന്തമായ മേധാശക്തി ഉപയോഗിച്ച് ഒന്ന് വിലയിരുത്തുകയും ഒക്കെ ചെയ്ത് നോക്കണം. എങ്കിലേ അത് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ എന്താ ചെയ്യാൻ നമുക്ക് പറയാനൊക്കെ അങ്ങനെ. അതാണ് അതിനകത്ത് ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഷീബ ടീച്ചറോടാണ്. ഷീബ ടീച്ചർ ഇവിടെ ഈ ഫെമിനിസ്റ്റ് സ്ത്രീ ചരിത്രത്തിൻ്റെ നിർമ്മിതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴത്തേനും ഉമാ ചക്രവർത്തി വാട്ട് ഹാപ്പൻ ടു ദ വേദിക് ദേവദാസി എന്ന് പറയുന്ന പ്രബന്ധത്തിനകത്ത് ഓൾട്ടേക്കർ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സ്ത്രീചരിത്രമുണ്ട് ഉള്ളതെന്ന് പറയുന്നുണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഷീബ ടീച്ചർ ഈ ഒരു ഫെമിനിസ്റ്റ് ചരിത്രത്തിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ഉമാ ചക്രവർത്തിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴും അതിനകത്തും ഒരു മൗനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഉമാ ചക്രവർത്തിയേക്കാൾ എത്രയോ മുമ്പ് അംബേദ്കർ ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്ന വലിയൊരു പ്രബന്ധത്തിനകത്ത് എങ്ങനെയാണ് മനുസ്മൃതി പോലെയുള്ള അർത്ഥശാസ്ത്രം പോലെയുള്ള കൃതികൾ സ്ത്രീകളെ ഈ ബ്രാഹ്മണിക്കായിട്ടുള്ള പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതെന്നുള്ളതിനെ വളരെ കൃത്യമായിട്ടുള്ള എഴുത്തുകളുണ്ട്. പിന്നീട് അനിഹിലേഷനും കാസ്റ്റൊക്കെ എഴുതുമ്പോഴത്തേനും അത് കുറച്ചും കൂടി പ്രത്യക്ഷമായിട്ട് തന്നെ എഴുതുന്നുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അംബേദ്കറെ നമ്മൾ ഒരു നിലയ്ക്കൊരു ഭരണഘടനാ ശില്പി അല്ലെങ്കിൽ ആ നിലയ്ക്ക് മാത്രമാണ് കാണുന്നത്. പക്ഷേ നമ്മളുടെ ഒരു സാമൂഹിക ചരിത്രം നിർമ്മിക്കുന്നതിനകത്ത് അംബേദ്കർ വളരെ ഗവേഷണാത്മകമായിട്ടാണ് ആ പ്രബന്ധം എഴുതിയിട്ടുള്ളത്. നമ്മളത് വായിച്ചു നോക്കുമ്പോഴത്തേനും അതിനകത്ത് എത്ര ഫുട് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. തിരിച്ച് ഉമാ ചക്രവർത്തി എഴുതുമ്പോൾ അംബേദ്കറെ കുറിച്ചിട്ട് ഫുട് നോട്ട് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ തിരിച്ച് വേറെ ചരിത്രകാരന്മാരെ എഴുതുമ്പോൾ അംബേദ്കർ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നില്ല. ഷർമിളാരൊക്കെ ഇതിനെ വേറൊരു തരത്തിൽ ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അംബേദ്കർ ഫൂലെ എങ്ങനെയാണ് ഈ ഫെമിനിസ്റ്റ് ഫിലോസഫിനെ കുറിച്ചിട്ട് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും ഈ മൗനങ്ങൾ ഇങ്ങനെ തന്നെ കെടുക്കുകയാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. അതായത് സാമ്പ്രദായിക ഹിസ്റ്ററി എപ്പോഴും ആ ഹിസ്റ്ററിയുടെ ആ ഇതിൽ തന്നെ ആലോചിക്കുന്നുള്ളൂ. മറിച്ച് മറ്റ് ഡിസിപ്ലിനുകളിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം പഠനങ്ങൾ ഉൾച്ചേർക്കാനായിട്ട് ഇപ്പോഴും വിമുഖത കാണിക്കുന്നതാണ് തോന്നുന്നത്. നന്ദി ശ്രീദേവി. പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. ഞാൻ ഉമാ ചക്രവർത്തിയെക്കുറിച്ച് പറഞ്ഞത് ഒരു പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു വർക്ക് എന്നുള്ള നിലയ്ക്കാണ്. അംബേദ്കർ പറഞ്ഞത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മുടെ സമയം അവസാനിച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്ദി.